ഹായ് മക്കളെ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം 5ാം ക്ലാസ്സിലെ മക്കൾക്ക് നമുക്കറിയാം ബേസിക് സയൻസിൻ്റെ എക്സാമാണ് വെള്ളിയാഴ്ച വരുന്നത് അല്ലേ. അപ്പം ബേസിക് സയൻസ് എന്ന് പറയുമ്പം ഈ സയൻസിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കറിയാം 3 ചാപ്റ്റേഴ്സാണ് ആകെ നമുക്ക് ഫസ്റ്റ് ടേമിൽ പഠിക്കാനുള്ളത് അല്ലേ. ഫസ്റ്റ് ടേമിൽ വരുന്ന ആ 3 ചാപ്റ്റേഴ്സിനെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് ആദ്യം നമ്മൾ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിച്ചും ആൻസേഴ്സൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ് അത് റിവൈസ് ചെയ്യുന്നത്? റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ചാപ്റ്റർ വായിച്ചു പോയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് റിവിഷൻ പ്രോപ്പർ ആവുന്നത് അല്ലേ. ഏത് രീതി നമ്മൾ കുറേ കണ്ടന്റുകൾ പഠിച്ചിട്ടുണ്ടാവണം, പക്ഷേ ഈ കണ്ടന്റുകൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് വരണമെന്നില്ല. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, നമുക്ക് മാർക്ക് എവിടെ പോകും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോഴാണ് നമ്മുടെ റിവിഷൻ എന്താവുന്നത്? പ്രോപ്പർ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റാപ്പിഡ് റിവിഷനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ. എല്ലാവരും നമ്മുടെ റിവിഷൻ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഈ റിവിഷൻ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് വേറൊരു പോയിന്റും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ല ഇത്തവണത്തെ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് വരുന്നത്. കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വന്നിട്ടുണ്ട്. കുറച്ചെന്നല്ല, എൻറ്റയർലി ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആക്ടിവിറ്റി 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു മോഡൽ പേപ്പർ ആയിരുന്നു. അപ്പോൾ അതിൽ 7 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 8 ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നും ഒരു 6 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതുന്ന രീതിയിലുള്ളതായിരുന്നു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പുതിയ രീതിയിലേക്ക് മാറി അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും എന്താ പറയുക, മനസ്സിൽ ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇപ്പോൾ പുതുതായിട്ട് മാറിയേക്കുന്നത് SCERTയുടെ പുതിയ മോഡൽ അനുസരിച്ചിട്ട്? അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു റിവിഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറന്നു പോവാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിവിഷൻ്റെ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബേസിക് സയൻസിൻ്റെ എക്സാം പാറ്റേൺ നമ്മുടെ ടൈം വരുന്നത് 2 hours and 15 minutes ആണ് നമുക്ക് ടൈം വരുന്നത്. അതെല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ നമ്മളുടെ പാറ്റേണിൽ വന്ന വ്യത്യാസം ഇങ്ങനെയാണ്. 15 minutes കൂൾ ഓഫ് ടൈമൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ ഉള്ളതുപോലെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സമയമാണ്. ദെൻ ആൻസർ ഓൾ ദി 6 questions. അപ്പോൾ നോക്കിക്കേ, നമുക്ക് 6 questions ആണ് നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ആക്ടിവിറ്റീസ് അല്ല, 6 questions ആൻഡ് ആൻസർ ഓൾ ദി സബ് ക്വസ്റ്റ്യൻസ് ഇൻ ഇറ്റ്. ഈ 6 questions തന്നേക്കുന്നതിലും എന്തുണ്ടാവും? സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ABC അങ്ങനെ പാർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ ABC ഉണ്ട്. അപ്പോൾ അതിലെ Aയും Bയും Cയും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സെഷൻ വിട്ടുപോയാൽ അതിൻ്റെ മാർക്ക് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലും 3 സെഷൻസും അല്ലെങ്കിൽ ABCD എന്നുള്ള സബ് സെഷൻസും കൂടെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക. ലാസ്റ്റ് ഒന്ന് എല്ലാം വായിച്ചൊക്കെ നോക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. ABC എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവണം ആൻസർ. ദെൻ ഫോർ ക്വസ്റ്റ്യൻസ് വിത്ത് ഇൻറ്റേർണൽ ചോയ്സ് ആൻസർ എയ്തർ A or B. ഓക്കെ, ഇനി പുതിയ പ്രത്യേകത ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അതായത് ഇൻറ്റേർണൽ ചോയ്സുകൾ ഉണ്ടാവും. 6 questions ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഈ 6 questionസിനകത്ത് ഏതെങ്കിലും 1-2 questionസിന് ഇൻറ്റേർണൽ ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എയ്തർ A or B എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വിചാരിക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2ന് എന്തുണ്ടാവും? A എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടാവും. അതിൽ തന്നെ ABC എന്ന സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർ കൊടുത്തിട്ടുണ്ടാവും. ഓർ ഈ ക്വസ്റ്റ്യന് എന്ത് ചെയ്യും? B എന്നുള്ളൊരു പാർട്ടും കൂടി ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യന് A പാർട്ടും ഉണ്ട്, B പാർട്ടും. ആ Bയിലും എന്തുണ്ട്? ABC എന്ന സബ് പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരെണ്ണം A ആൻസർ ചെയ്യുകയാണെങ്കിൽ Aയിലുള്ള ABC ആൻസർ ചെയ്യുക. ഓർ നിങ്ങൾക്ക് B ആണ് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാവുന്നതെങ്കിൽ Bയിലുള്ള ABC ആൻസർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് തെറ്റിപ്പോകാൻ പാടില്ല. ഏതർ രണ്ടും എഴുതി വെക്കരുത്. അങ്ങനെ മണ്ടത്തരം കാണിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതർ എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏതാണോ അതിലൊരെണ്ണം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 4നും ഇതുപോലെ തന്നെ എ അല്ലെങ്കിൽ ബി പാർട്ട് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വായിച്ചു നോക്കിയിട്ട്, രണ്ടും വായിച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, പാറ്റേണിൽ വന്നേക്കുന്നത്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസിനകത്ത് ഇൻറ്റേർണൽ ചോയ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു എക്സാം എഴുതുന്നത് കൊണ്ടാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാനത് എഴുതി പറഞ്ഞു തന്നത്. ആരും തെറ്റിക്കരുത്. കാരണം ചില പിള്ളേർ എന്ത് ചെയ്യും, 4Aയും Bയും ഒക്കെ ആൻസർ ചെയ്ത് അങ്ങോട്ട് പോകും ആ ഒരു ഫ്ലോയിൽ. അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? എയ്ക്കും ബിക്കും ഒക്കെ ഒരേ മാർക്ക് തന്നെ, രണ്ടും എഴുതിയാലും ഒരെണ്ണത്തിൻ്റെ മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയം ലാഭിക്കാനുള്ളൊരു ടൈം അവിടെ പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ അത്രയേ ഉള്ളൂ ആക്ച്വലി പാറ്റേണിൽ വന്നേക്കുന്ന വ്യത്യാസം. അപ്പോൾ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് വരികയാണ്. കണ്ടന്റ്സ് നമുക്കറിയാം, നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൽ 3 ചാപ്റ്റേഴ്സാണ് മെയിനായിട്ട് പോയേക്കുന്നത് അല്ലേ. അതിൽ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ആൻഡ് എവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ വാട്ടർ ആൻഡ് ലൈഫ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ ഫസ്റ്റ് കുറച്ച് പോർഷൻസ് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റിവിഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടന്റുകൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക, മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പോവല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾക്കറിയാം പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അവരുടെ ഹാബിറ്റാറ്റ് അല്ലേ, അവർ ജീവിക്കുന്ന ചുറ്റുപാടാണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പാരസൈറ്റുകൾ എന്താണ്, സെമി പാരസൈറ്റുകൾ, ഓക്കെ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ഓർഗാനിസംസ്, ഫുഡ് ചെയിൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ചെയിൻ ഓഫ് ലൈഫ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. കണ്ടോ, അതിൽ എ ബി അതുപോലെ തന്നെ ഇതാ സി എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടി ഉണ്ട്. എ ബി സി എന്ന് കണ്ടോ, എ ബി സി എന്ന് പറഞ്ഞ 3 പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം കേട്ടോ. So first question, arrange the organisms given below correctly to form a food chain. കുറച്ച് ഓർഗാനിസംസ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഫോക്സ്, ഹെന്ന്, വോംസ്, വൾച്ചർ, പ്ലാന്റ്. കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതിനെ കറക്റ്റ് ഓർഡറിലാക്കി ഒരു ഫുഡ് ചെയിനിൻ്റെ ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു. ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഓർഗാനിസം, അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആരാണ്? എപ്പോഴും ഇവിടെ കൊടുത്തേക്കുന്ന ഫോക്സ് ആണോ, ഹെൻ, വേം, വൾച്ചർ, പ്ലാന്റ്സ്. എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ചെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം വരുന്ന ആളുകൾ അവർ പ്രൊഡ്യൂസേഴ്സാണ്, ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നേക്കുന്ന ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആയിരിക്കും ഫുഡ് ചെയിനിലെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം പ്ലാന്റ്സ് ആയിരിക്കും അല്ലേ. സോ പ്ലാന്റിനെ വെച്ചിട്ടാണ് ഈ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പ്ലാന്റ്സ് വിൽ ബി ഹാവിങ് ദി എബിലിറ്റി ടു ഡു ഫോട്ടോസിന്തസിസ് അല്ല, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സിനെ ക്യാപ്പബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് ആണ്. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ദംസെൽസ് അല്ലേ. അവർക്ക് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, അവരുടെ ഉള്ളിലുള്ള വാട്ടറും എന്താ പറയുക, അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സൺലൈറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് ചെയ്താൽ ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? പ്ലാന്റ്സിന് ദേ ക്യാൻ പ്രിപ്പയർ ഗ്ലൂക്കോസ്, അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഫുഡാണ് അവരുടെ എനർജി.
എന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും. ഇനി ഈ പ്ലാന്റിനെ കഴിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഹെർബിവോഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സസ്യബുക്കുകൾ, സസ്യങ്ങളെ ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്ന ജീവജാലങ്ങൾ. അപ്പോൾ പ്ലാന്റ്സിനെ കഴിക്കുന്ന ആളുകളാണ് അടുത്ത നമ്മുടെ ഫുഡ് ചെയിനിൽ വരേണ്ടത്. നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ ഭക്ഷിക്കുന്ന ഓർഗാനിസംസ് ഇതിൽ നമുക്ക് പറയാം, ഇതിനകത്ത് വേംസ് അല്ലേ, താഴെ വീഴുന്ന സാധനങ്ങൾ, പ്ലാന്റിൻ്റെ ഓൾഡ് ലീഫുകൾ, ഫ്ലവേഴ്സിൻ്റെ ഭാഗങ്ങൾ, അതൊക്കെ താഴെ വീഴുമ്പോൾ ദ്രവിച്ച് വരുമ്പോൾ ആ വേംസ് അതിനെ ഭക്ഷണമാക്കുകയാണ് അല്ലേ. അപ്പോൾ വേംസ്, ചെറിയ ചെറിയ വേമുകൾ, പുഴുക്കൾ. ഇനി ഈ പുഴുക്കളെ കഴിക്കുന്ന എന്താണ് ചില ഓർഗാനിസംസ്, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാൻസ്, ഈ മണ്ണിലൊക്കെയുള്ള ഈ വേംസിനെ കൊത്തി കഴിക്കുന്ന നമുക്കറിയാം ഹെൻ പോലെയുള്ള ഓർഗാനിസംസ്. ദെൻ ഇനി ഹെന്നിനെ പോലെയുള്ള അല്ലേ ഓർഗാനിസംസിനെ കഴിക്കുന്ന ഫോക്സ് പോലെയുള്ള ഓർഗാനിസംസ് അല്ലേ, മീറ്റ് കഴിക്കുന്ന ഫോക്സ് പോലെയുള്ള ഓർഗാനിസംസ്. ഇനി ഫോക്സിൻ്റെ മീറ്റ് എല്ലാം കഴിക്കുന്ന വലിയ വലിയ വൾച്ചേഴ്സ് ഉണ്ട്, ശരിയല്ലേ. ഫോക്സ്, ദെൻ വൾച്ചർ, കഴുകന്മാർ അല്ലേ. അത് ആ വലിയ ഓർഗാനിസത്തിൻ്റെ മീറ്റെല്ലാം കൊത്തിപ്പറിച്ച് കഴിക്കും ഈ വൾച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ഫുഡ് ചെയിൻ അല്ലേ, ശരിയല്ലേ. അപ്പോൾ പ്ലാന്റ്സ്, വേംസ്, ഹെൻ, ഫോക്സ്, വൾച്ചർ. അപ്പോൾ ഇതൊരു ഫുഡ് ചെയിനിൻ്റെ ഫോമിലേക്ക് മാറി. നമുക്ക് ആൻസർ നോക്കാം. പ്ലാന്റ്, വേം, ഹെൻ, ഫോക്സ്, വൾച്ചർ. ഫുഡ് ചെയിൻ ആയല്ലോ അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗാനിസംസ് ടു ഹാവ് എ ഹാബിറ്റാറ്റ് അല്ല. നമ്മൾ പറഞ്ഞു ഹാബിറ്റാറ്റിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് എ ഹാബിറ്റാറ്റ്? എന്താണ് ഹാബിറ്റാറ്റ് എന്ന് നമുക്കറിയാം. എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാട്, സറൗണ്ടിങ് അല്ലേ. അപ്പോൾ ആ സറൗണ്ടിങ് എന്ന് പറയുന്നാൽ അതിന് ഏറ്റവും സേഫർ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കണം. അതിനാവശ്യത്തിന് ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം, ഉറങ്ങാൻ സാധിക്കണം അല്ലേ, അതിന് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റണം. എല്ലാത്തിനും ഫേവറബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ വാസസ്ഥലം, ആവാസം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. സോ വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗാനിസം ടു ഹാവ് എ ഹാബിറ്റാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ഓർഗാനിസത്തിന് ഹാബിറ്റാറ്റ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി എ സേഫർ പ്ലേസ് ഫോർ ദാറ്റ് ഓർഗാനിസം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇമാജിൻ യുവർ ഫേവറേറ്റ് ഫുഡ്. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. എ കോസി പ്ലേസ് ടു സ്ലീപ്പ്. നിങ്ങൾക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ്, പെർഫെക്റ്റ്. a place to hide during a storm. വലിയൊരു സ്റ്റോം ഒക്കെ വരുമ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. അതുപോലെ തന്നെയാണ് ഓരോ ഓർഗാനിസത്തിനും അവരുടെ ഹാബിറ്റാറ്റ്, എ സേഫർ പ്ലേസ്. സോ ദാറ്റ് ഈസ് വാട്ട് എ ഹാബിറ്റാറ്റ് ഇസ് ഫോർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു. It is their special home where they find everything they need to survive. അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം, ആ ഒരു പ്ലേസ് ആണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഹാബിറ്റാറ്റ് ഷുഡ് ബി വിൽ ബി ഹാവിങ് എ യമ്മി ഫുഡ്. അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹാബിറ്റാറ്റ് ആയിരിക്കണം അല്ലേ. കൂൾ ഡ്രിങ്ക്സ്, അവർക്ക് ആവശ്യത്തിനുള്ള വാട്ടർ, അവരുടെ ബോഡി മോയ്സ്ചറൈസേഷനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള വാട്ടറുള്ള പോണ്ടോ സിയോ പോലുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. സേഫ് ഹെവൻ ആയിരിക്കണം. എ പ്ലേസ് ടു ഹൈഡ് ഫ്രം ഡേഞ്ചേഴ്സ് ആൻഡ് റേസ് ദെയർ ബേബീസ്. അതായത് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഡേഞ്ചേഴ്സ് വന്നാൽ അതിനെ ഹൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു റേസ് ദെയർ ബേബീസ് ടു അല്ലേ. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും റീപ്രൊഡക്ഷൻ നടത്താനും അവർക്ക് സേഫർ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കണം. എന്താന്ന് പറയുന്നത് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഹാബിറ്റാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം. ഓക്കെ, നമുക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ വീടാണ് നമ്മുടെ സേഫർ പ്ലേസ് എന്ന് പറയുന്നത്. നമുക്ക് ഉറങ്ങാം, കളിക്കാം, ചിരിക്കാം അല്ലേ, നമുക്ക് കഴിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ വീടാണ്. സോ അതുപോലെ തന്നെയാണ് ആനിമൽസിനും പ്ലാന്റ്സിനും. റൈറ്റ്, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി സി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൻ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് SCERT പബ്ലിഷ് ചെയ്ത പാറ്റേൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യനിൽ ABC പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷനിൽ, ഏതെങ്കിലും ഒരു സബ് ക്വസ്റ്റ്യനകത്ത് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും റീസണും തന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് എടുത്തെഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ. അതൊരു പുതിയ പാറ്റേൺ ആണ്.
ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഓപ്ഷൻസും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ ഓർഗാനിസംസ് ലീവ് ഇൻ ദി സെയിം ഹാബിറ്ററ്റ് അല്ലേ. എല്ലാ ഓർഗാനിസംസും ഒരേ രീതിയിലുള്ള ആവാസ വ്യവസ്ഥയിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള വാസസ്ഥലത്തിലാണോ അവർ ജീവിക്കുന്നത് ആണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നോ അല്ലേ, ഓഫ് കോഴ്സ് നോ. എന്താണ്, എല്ലാ ഓർഗാനിസത്തിനും അവരുടേതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളാണ് ഉള്ളത് അല്ലേ. സോ അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സോ എ ഫുഡ് ചെയിൻ ക്യാൻ ഓൺലി ഹാവ് 2 ഓർഗാനിസംസ്. അത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഫുഡ് ചെയിനിൽ 2 ഓർഗാനിസം മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഫുഡ് ചെയിനിൽ എത്ര ഉണ്ടായിരുന്നു? 3-4 ഓർഗാനിസംസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ശരിയാണോ? അല്ല. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ചെറിയ ഫുഡ് ചെയിനിന് 2 ഓർഗാനിസംസ് ആണ്. ഏറ്റവും മാക്സിമം വരുന്ന ഫുഡ് ചെയിൻ ഒരു 4-5 ഓർഗാനിസംസ് വരെയൊക്കെ വരാം. 4 ഏറ്റവും അറ്റ്ലീസ്റ്റ് വരുന്നത് കേട്ടോ. ഏറ്റവും മാക്സിമം വരുന്നത് 5 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഫുഡ് ചെയിനിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ്, അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ഓർഗാനിസിന് കിട്ടുന്ന എനർജി കുറഞ്ഞു വരും ഫുഡ് ചെയിനിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട്. ദെൻ അടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് ആണെന്ന്. ഇനി പ്ലാന്റ്സ് ആർ അറ്റ് ദി ബോട്ടം ഓഫ് ഓൾ ദി ഫുഡ് ചെയിൻസ്, അത് നമുക്ക് ശരിയാണ് അല്ലേ, കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണ് ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് അല്ലേ. അവിടെ നിന്നാണ് പിന്നെ ചെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർഗാനിസംസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് വിൽ ബി അറ്റ് ദി ബോട്ടം ഓഫ് ഓൾ ദി ഫുഡ് ചെയിൻസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി ഹ്യൂമൻസ് ആർ പാർട്ട് ഓഫ് മെനി ഫുഡ് ചെയിൻസ്, ശരിയാണോ? യെസ്, നമ്മൾ പല ഫുഡ് ചെയിനിൻ്റെയും പാർട്ടുകളാണ്. കാരണം പല ഓർഗാനിസംസാണ് വരുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലെ നേരത്തെ നമ്മൾ കണ്ടത് നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ പ്ലാന്റ്, വേംസ്, ഹെൻ, ഫോക്സ്, വൾച്ചർ. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്, വേംസ്, ഹെന്ന് വരെ വന്നു കഴിഞ്ഞാൽ ഈ ഹെന്നിനെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻസിലേക്ക് കൊടുക്കാം. ഹ്യൂമൻസ് ഹെന്നിനെ കഴിക്കില്ലേ? കഴിക്കും. അപ്പോൾ അങ്ങനെ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ്, വേംസ്, ഹെൻ, സ്നേക്ക്, അങ്ങനെ പല രീതിയിലേക്ക് അങ്ങനെ പോവാം അല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്താ പറയുക, പല ഫുഡ് ചെയിനിൻ്റെയും ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കോഴി കഴിക്കും, താറാവിനെ കഴിക്കും, അല്ലെ ആടിനെ കഴിക്കും അല്ലേ. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് പല ഫുഡ് ചെയിനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരാം. അപ്പോൾ അതും എന്താണ്, കറക്റ്റാണ്. അപ്പം ഓപ്ഷൻസ് കൊടുത്തേക്കുന്ന 1, 2, 3, 4 ഉണ്ട്. A and B ആർ കറക്റ്റ്, അതുപോലെ A and C ആർ കറക്റ്റ്, C and D ആർ കറക്റ്റ്, ദെൻ A and D ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്? സിയും ഡിയും ആണ് നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കാം, C and D ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ഇതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ 3, ദാറ്റ് ഇസ് C and D ആർ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പോൾ അത് കഴിഞ്ഞു, അതിൻ്റെ ആൻസേഴ്സ് C and D ആർ കറക്റ്റ് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കാൻ. ആൻഡ് അതിൽ ABC ഉണ്ട്. അതിൽ A പാർട്ടിൽ ലിസ്റ്റ് ദ ലിവിങ് തിങ്സ്, that is biotic components, and the non-living things, that is abiotic components from your surroundings. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളെ ചുറ്റുപാട് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? നമുക്കറിയാം ലിവിങ് തിങ്സിനെ നമ്മൾ ഇതുപോലെ ആക്കുക, നോൺ ലിവിങ് തിങ്സിനെ വേറൊരു പട്ടികയാക്കാം. അപ്പോൾ അതിൽ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം? പ്ലാന്റ്സ്, ആനിമൽസ് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലിവിങ് ആണ്. ദെൻ ഇൻസെക്ട്സ് ഒക്കെ. നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ സോയിൽ, എയർ, വാട്ടർ, റോക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? നോൺ ലിവിങ് ആണ്. ബട്ട് ബോത്ത് ഓഫ് ദീസ് ഓർഗാനിസംസ്, അതായത് ലിവിങ്ങും നോൺ ലിവിങ് കോമ്പണൻസും പരസ്പരം എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെ, റിലേറ്റഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ചെയ്തിരിക്കുന്നത് ലിവിങ് തിങ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, പ്ലാന്റ്സ്, ഇതൊക്കെ ലിവിങ് ആയിട്ടുള്ളതാണ്. നോൺ ലിവിങ് ആണെങ്കിൽ റോക്ക്, വാട്ടർ, സൺലൈറ്റ്, എയർ, സോയിൽ അല്ല, ഇതെല്ലാം എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കളാണ്. ശരിയല്ലേ? ഇനി അതിൽ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ഹൗ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ഫോർ സർവൈവൽ. ഓക്കെ, നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം ട്രീസ് ആണെന്നുണ്ടെങ്കിൽ സോയിൽ, വാട്ടർ, സൺലൈറ്റ്, എയറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ശരിയല്ലേ? പ്ലാന്റ്സ് അതുപോലെ തന്നെ, ബേർഡ്സ് അതുപോലെ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള റോക്സിനെയും അതുപോലെ തന്നെ
സോയിലിനെയും വാട്ടറിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം ഹൗ ദേ ആർ റിലേറ്റഡ് ഫോർ ദെയർ സർവൈവൽ മെക്കാനിസം അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 2 എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ സൈറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ പുട്ട് 2 എക്സാമ്പിൾസ്. ഒരെണ്ണം നമുക്ക് ഇത് കൊടുക്കാം, ഫിഷ് ആൻഡ് എയർ, അതുപോലെ ബേർഡ്സ് ആൻഡ് സീഡ്സ്. ഇവർ തമ്മിൽ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എയർ എന്ന് പറയുന്നത് എന്താണ്? നോൺ ലിവിങ് ആണ്. എയർ ഇസ് നോൺ ലിവിങ് ആൻഡ് ഹിയർ ഫിഷ് ഇസ് ലിവിങ് തിങ്, റൈറ്റ്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഫിഷും എയറും നമുക്കറിയാം. ഫിഷസ് നമ്മളുടെ വാട്ടറിലാണ് ജീവിക്കുക അല്ല, വാട്ടറിലാണ്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ പോണ്ടിലാകാം, റിവറിലാകാം, ഓഷ്യൻസിലാകാം, എനിവേ അവർ വാട്ടറിലാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? വി ആർ ഡിപ്പെൻഡിങ് ഓൺ ദി അറ്റ്മോസ്ഫിയറിക് എയർ അല്ല, നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെയാണ് നമ്മൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓക്കെ. ബട്ട് ഈ ഫിഷസ് അവർ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിക് എയറിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ ഈ എയർ ഡിസോൾവ് ചെയ്യണം. ആ ഡിസോൾവ് ആയിട്ടുള്ള എയറിനെ മാത്രം നമുക്ക് ആ വെള്ളത്തിൽ നിന്നാണ് അവരതിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈവൻ ദോ ഫിഷ് ലിവ് ഇൻ വാട്ടർ, ദേ സ്റ്റിൽ നീഡ് ഓക്സിജൻ ടു ബ്രീത്ത്. ബ്രീത്തിങ്ങിന് ഓക്സിജൻ അവർക്ക് ആവശ്യമാണ്. So while the air we breathe is not directly accessible to them, atmospheric air അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും oxygen from the air which should be dissolved in the water that they inhabit. So fish use gills. ഫിഷസിനുള്ള പ്രത്യേകതരം ഓർഗൻസ് ആണ് ഗിൽസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവരുടെ ബോഡിയിലുണ്ട്. ആ ഗിൽസ് ലിറ്റ്സ് ഓപ്പൺ ആയിരിക്കും. അതിലൂടെയാണ് അവർ എയറിനെ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, സോ ഫിഷസ് യൂസ് ഗിൽസ് എന്ന് പറയുന്ന അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് അല്ലേ, ടു എക്സ്ട്രാക്ട് ദിസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം ദി വാട്ടർ. വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ അവർക്ക് ഗിൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് അലൗവിങ് ദം ടു സർവൈവ്. അപ്പോൾ അതില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഫോമിലാണ് ഫിഷസ് അവർ അതിനെ യൂസ് ചെയ്യുന്നത് ഫോർ ദെയർ ബ്രീതിങ് പേർപ്പസസ്. ഓക്കെ, അപ്പം ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ളത് ക്ലിയർ അല്ലേ? അടുത്തത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേർഡ്സും സീഡ്സും തമ്മിലുള്ള എക്സാമ്പിൾ. ഇതിൽ ബേർഡ്സ് ആണ് ലിവിങ് ആയിട്ടുള്ള തിങ്. സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ ലിവിങ് ആണ്. സീഡ്സ് ആർ നോൺ ലിവിങ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ബേർഡ്സ് എപ്പോഴും ഈ താഴെയൊക്കെ കിടക്കുന്ന സീഡുകൾ ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കുന്നവരാണ് അല്ലേ. സോ ബേർഡ്സ് റിലേ ഓൺ സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ഫോർ ഫുഡ്. പ്ലാന്റിൻ്റെ സീഡുകൾ അവർ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യാണ്. സോ ദീസ് സീഡ്സ് ആർ നോൺ ലിവിങ് ബട്ട് ദേ പ്രൊവൈഡ് ദെയർ എനർജി ദാറ്റ് ദി ബേർഡ്സ് നീഡ് ടു ഫ്ലൈ, സിങ് ആൻഡ് ബിൽഡ് നെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ സീഡ്സ് നോൺ ലിവിങ് ആയിട്ടുള്ളൊരു തിങ് ആണെങ്കിൽ പോലും ദാറ്റ് ദേ പ്രൊവൈഡ് എനർജി ഫോർ ദ ബേർഡ്സ് അല്ലേ. എങ്ങനെയാണ് ബേർഡ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്ക് പാട്ട് പാടണം അല്ലേ, അവർക്ക് സിംഗിങ്ങിന്, അതുപോലെ അവർക്ക് പറക്കണമെങ്കിൽ അല്ലേ, അപ്പോൾ അതുപോലെ അവർക്ക് കൂടൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഒക്കെ അവർക്ക് എനർജി വേണം. സോ ദാറ്റ് എനർജി ഈസ് പ്രൊവൈഡഡ് ബൈ ദി സീഡ്സ്, ഓക്കെ, ഫ്രം ദി പ്ലാന്റ്സ്. So without the seeds, birds would not have a readily available food source and their population would struggle. അപ്പോൾ ഈ സീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് അവരുടെ ഫുഡ് എന്ന് പറയുന്ന ഒരു പരിപാടി കിട്ടില്ല. ഫുഡ് ഇല്ലെങ്കിൽ എനർജി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ എനർജി ഇല്ലെങ്കിലോ ഈ പറയുന്ന പരിപാടികളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല അല്ലേ. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ, ബേർഡ്സിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബേർഡ്സും സീഡ്സും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്താ പറയുക റിലേഷൻഷിപ്പ്, റൈറ്റ്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സി പാർട്ട്, മാച്ച് ദി ഓർഗാനിസംസ് വിത്ത് ഇറ്റ്സ് ഹാബിറ്ററ്റ്. ഓരോ ഓർഗാനിസംസും അവരുടെ ഹാബിറ്ററ്റും കറക്റ്റായിട്ടല്ല കൊടുത്തേക്കുന്നത്, നമ്മളിതിനെ മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, ക്രാബ്, വോം, പ്ലാന്റ്, അതിൻ്റെ ഹാബിറ്റാറ്റുകൾ ഓരോർക്കും ലാൻഡ്, സീ, സോയിൽ, പോണ്ട് ആൻഡ് ഫീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രോഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫ്രോഗിനെ അതിൻ്റെ മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? മെയിനായിട്ട് പോൺസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ, പോൺസ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാസ് ഹോപ്പറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പർ പുൽച്ചാടികൾ അല്ലേ, കൂടുതലായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫീൽഡുകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്രാബ് ആണെങ്കിലോ നമുക്കറിയാം നമ്മുടെ ഓഷ്യൻ അല്ലെങ്കിൽ സീയിലാണ് ക്രാബിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞണ്ടുകളെ. അതുപോലെ വേംസ് ആണെങ്കിലോ കൂടുതലും മണ്ണിലായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക. അപ്പോൾ സോയിൽ എന്നുള്ളത് നമുക്ക് എടുത്തെഴുതാം. ഇനി പ്ലാന്റ്സ് നമുക്കറിയാം ലാൻഡ്, ടെറസ്ട്രിയൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻ എഴുതാം, ലാൻഡ്സിലാണ് പ്ലാന്റ് കൂടുതൽ കാണാം. ക്ലിയർ അല്ലേ? അപ്പം ഓരോ ഓർഗാനിസംസും അവരുടെ ഹാബിറ്റാറ്റും അപ്പം ഇങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാച്ച് ചെയ്ത ടേബിളാണ് ഫ്രോഗ്,
പോൺസ്, ഗ്രാസ് ഹോപ്പർ ഫീൽഡ്, ക്രാബ് സീ, worm, soil and plant, land. ക്ലിയർ അല്ലേ? ഹാബിറ്റാറ്റും ഓർഗാനിസംസും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കുറേ എപ്പിഫൈറ്റുകളെ കുറിച്ചും പാരസൈറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ പിക്ചർ 1, പിക്ചർ 2 ആൻഡ് പിക്ചർ 3. 3 പിക്ചേഴ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പിക്ചേഴ്സാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ, നമുക്ക് ഉറപ്പാണ്, ഷുവർ ആണ്. സോ ഓൾ ദി പ്ലാന്റ്സ് ഷോൺ ഇൻ ദിസ് പിക്ചേഴ്സ് will grow depending on other plants. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ മറ്റുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായില്ലേ? പാരസൈറ്റുകളോ എപ്പിഫൈറ്റുകളോ ഒക്കെയാണ് ഈ 3 എണ്ണവും കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ പാർട്ടിൽ ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദി പ്ലാന്റ്സ് which among these are semi parasites, total parasites and epiphytes. അപ്പോൾ ഈ 3 എണ്ണത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 3 എണ്ണത്തിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് അതിൽ ആരൊക്കെയാണ് പാരസൈറ്റുകൾ, ടോട്ടൽ ആൻഡ് സെമി പാരസൈറ്റുകൾ, ആരാണ് എപ്പിഫൈറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ പിക്ചർ 1 നോക്കിക്കേ. പിക്ചർ 1 കാണിച്ചേക്കുന്ന ഈ 4 പോലെയുള്ള സ്ട്രക്ചർ ഏത് പ്ലാന്റിനെയാണ് കാണിച്ചേക്കുന്നത് പറയാവോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ള ഫിഗേഴ്സ് ആണ് അല്ലേ. ഏതാണിത്? യെസ്, കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പിക്ചർ 1 കാണിച്ചേക്കുന്നത്. ഇതാ ഇങ്ങനെ റൂട്ട്സ്, ലോങ് റൂട്ട്സ് ഒക്കെയുള്ള ഇങ്ങനെയുള്ള ഗ്രീൻ കളേർഡ് ലീഫുള്ള സ്ട്രക്ചേഴ്സ്, ഇതിനെന്താ നമ്മൾ പറയാം? യെസ്, വാൻഡയാണ്. ഇനി പിക്ചർ 3 കാണിച്ചേക്കുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളൊരു സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ലൊറാന്തസ് എന്ന് പറയുന്നു. ലൊറാന്തസ് അല്ലേ. അപ്പം കസ്ക്യൂട്ട, വാൻഡയും ലൊറാന്തസും ആണ് തന്നേക്കുന്നത്. അപ്പോൾ കസ്ക്യൂട്ടയൊക്കെ നമുക്ക് അറിയാവുന്നത് ടോട്ടൽ പാരസൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വാൻഡ ഒരു എപ്പിഫൈറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൊറാന്തസ് ഒരു സെമി പാരസൈറ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെ എഴുതും? ആൻസർ എയിൽ പിക്ചർ 1 നമുക്ക് തന്നേക്കുന്നത് കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, വിച്ച് ഇസ് എ ടോട്ടൽ പാരസൈറ്റ്. നമ്മളിങ്ങനെ എഴുതാം അല്ലേ. ഇനി പിക്ചർ 2 തന്നേക്കുന്നത് വാൻഡയാണ്, മരവാഴ, വിച്ച് ഇസ് എൻ എപ്പിഫൈറ്റ്. ഇനി പിക്ചർ 3 തന്നേക്കുന്നതോ ലൊറാന്തസ് ആണ്, വിച്ച് ഇസ് എ സെമി പാരസൈറ്റ് എന്ന് നമ്മൾ എടുത്തെഴുതണം കേട്ടോ. ഓരോന്നിൻ്റെ പേര് എഴുതണം, അത് ഏത് കാറ്റഗറിയിൽ വരുന്നതെന്നുള്ളത് എടുത്തെഴുതാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം. ഇനി അടുത്ത നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒബ്സർവ് ദി സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വാൻഡ. ഈ വാൻഡയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ്, 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക? അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ തിക്ക് റൂട്ട്സ് ഓഫ് ദി വാൻഡ ഹെൽപ്പ് ഇറ്റ് ടു ക്ലിങ് ഓൺ ടു ദി ട്രീ. ഈ വാൻഡയുടെ വളരെ തിക്കായിട്ടുള്ള റൂട്ട്സ് കൊണ്ടിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും? മരത്തിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പിടിച്ച് പടർന്ന് വളരാനായിട്ട് സാധിക്കും. അതിൻ്റെ തിക്ക് റൂട്ട്സ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ. ഈ വാൻഡ് നമുക്കറിയാൻ പറ്റും എപ്പിഫൈറ്റ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പാരസൈറ്റിനെ പോലെയല്ല. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഫുഡിനും ഷെൽട്ടറിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഹോസ്റ്റിനെ വേണം. ഹോസ്റ്റ് ഇല്ലാതെ അവർക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷേ എപ്പിഫൈറ്റ് അങ്ങനെയല്ല. അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് അവർ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫുഡൊക്കെ അവർ സ്വന്തമായിട്ട് എന്താ വെച്ചാൽ ചെയ്യും, പക്ഷേ സപ്പോർട്ട് എന്നുള്ളത് കാര്യം മാത്രം ഹോസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആ തിക്ക് റൂട്ട്സ് ആണ് ആക്ച്വലി അവർ ആ സപ്പോർട്ട് പടർന്ന് വളരാനായിട്ട് സഹായിക്കുന്നത് ബിഗ് ട്രീസിലൊക്കെ. ആൻഡ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ആക്ച്വലി. ആൻഡ് ദ സ്മോൾ റൂട്ട്സ് ഓഫ് ദി വാൻഡ ഡു നോട്ട് ഹെൽപ്പ് ഇറ്റ് ടു അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ ആ റൂട്ട്സ് ആണ് ആക്ച്വലി എന്താ പറയുക, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിനെയും മോയ്സ്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ് ടോട്ടലി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻസ് ABCD എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫോൾസ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 is true and 2 is false. സ്റ്റേറ്റ്മെൻറ്റ് 1 is false and 2 is true. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് 1 is true and 2 is false എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ തന്നെ ആ ക്വസ്റ്റിൻ്റെ തന്നെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ഗ്രീൻ ലീവ്സ്, ലൊറാന്തസിന് ഗ്രീൻ ലീവ്സ് ഉണ്ട്. ആൻഡ് വൈ ഈസ് ഇറ്റ് കോൾഡ് ആസ് എ സെമി പാരസൈറ്റ്? ഗ്രീൻ ലീവ്സ് ഉണ്ടെങ്കിൽ അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൂടെ? എന്തിനാ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? സോ സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഓർഗാനിസം തന്നെയാണ്. അപ്പം ഗ്രീൻ ലീവ്സ് ഉള്ള ആളുകളൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വൈ ഇറ്റ് ഈസ് നോട്ട് ഡൂയിങ് ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സെമി പാരസൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ലെറ്റ്സ് സീ.
Loranthus is classified as a semi-parasite because while it has green leaves and it can perform photosynthesis to produce its own food. അല്ല, അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ capable ആണ്, കാരണം ക്ലോറോഫിലുള്ള ലീവ്സ് ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എൻറ്റയർലി സെൽഫ് സഫിഷ്യൻറ്റ്. പക്ഷെ എന്നാൽ പോലും എന്തല്ല, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. ഫുഡൊക്കെ ഉണ്ടാക്കും, കുറച്ചൊക്കെ ഫുഡൊക്കെ അവർ, പക്ഷെ വേറൊരാൾ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാളെ കൂടെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് അല്ല അയാളുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് ഫുഡ് കിട്ടുവാണെങ്കിൽ അല്ലേ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഒരു ക്യാരക്ടറാണത്. അപ്പം അതുപോലെയാണ് ലൊറാന്തസ്. സോ ഇറ്റ് സ്റ്റിൽ റിലേസ് ഓൺ എ ഹോസ്റ്റ് പ്ലാൻ ഫോർ ഇറ്റ് സർവൈവൽ. അതിൻ്റെ എന്താ പറയുക, സർവൈവലിന് വേണ്ടി, എക്സിസ്റ്റൻസിന് വേണ്ടി അതൊരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Loranthus attaches to the host tree branches using specialized structures called as hostoria. Hostoria പോലെയുള്ള ഇനി അറ്റാച്ചിങ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ, റൂട്ട് പോലുള്ളൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രീസിൻ്റെ ബ്രാഞ്ചസിൽ ഇതിങ്ങനെ പറ്റിപ്പിടിക്കും, അറ്റാച്ച് ചെയ്ത് വളരും. So Loranthus can thrive without needing its own extensive root system. അതിനൊരു റൂട്ട് സിസ്റ്റം ഇല്ല എങ്കിൽ പോലും ലൊറാന്തസിന് സ്വന്തമായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം റൂട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ അബ്സോർപ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ടിനും അബ്സോർപ്ഷനും ഒക്കെ വേറെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന് റൂട്ട് വേണമെന്നില്ല. ഓക്കെ, ഫുഡ് അവർ ലീഫിലൂടെ സിന്തസൈസ് ചെയ്യും, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ഹോസ്റ്റ് പ്ലാന്റിൽ കൂടെയാണ് ജീവിക്കാൻ പറ്റുക അല്ലേ. സോ the Loranthus can thrive without needing its own extensive root system to absorb essential resources from the soil. So this dependence on the host for inorganic nutrients even while producing its own organic food. അപ്പോൾ ഓർഗാനിക് ഫുഡ് അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്, ഇനോർഗാനിക് ന്യൂട്രിയൻസ് അവർക്ക് കിട്ടണമെങ്കിൽ അവരൊരു ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും. സോ അതുകൊണ്ടിട്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സെമി പാരസൈറ്റുകൾ അല്ലെങ്കിൽ ഹെമി പാരസൈറ്റുകൾ, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, അങ്ങനെ നമ്മൾ വിളിക്കുന്നത്. അപ്പം ക്ലിയർ അല്ലേ, എന്തുകൊണ്ടാണ് ലൊറാന്തസിന് ഗ്രീൻ ലീവ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സെൽഫ് സഫിഷ്യൻ്റ് ആവാത്തത്, സെമി പാരസൈറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ABC പാർട്ട്. ദെൻ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് അതിൻ്റെ A പാർട്ട് എന്ന് പറയുന്നത് പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് കനോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽവ്സ്. ഡു യു എഗ്രി? വൈ? അതായത് റെഡ് കളറിലുള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ലീവ്സും ഗ്രീൻ കളറല്ല. ഇപ്പം നമ്മൾ ഈ ഗാർഡൻസിലൊക്കെ പോയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും റെഡ് കളറിലുള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ വിചാരിക്കും റെഡ് കളർ ലീവ്സ് ആണല്ലോ, അപ്പോൾ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഗ്രീൻ ലീവ്സിനല്ലേ ഫോട്ടോസിന്തസിസിന് ക്യാപ്പബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോ അല്ലേ? കാരണം എന്താണ്, ഈ പറയുന്ന ഐ ഡു നോട്ട് എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. കാരണം റെഡ് കളേർഡ് ആയിട്ടുള്ള ലീഫ് ആണെങ്കിൽ പോലും ഓക്കെ, ഈ പറയുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താ പറയുക, അതിന് മൂന്ന് ഭാഗങ്ങളായിട്ടുണ്ട്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ പലതരത്തിലുള്ള പിഗ്മെൻറ്റുകളുണ്ട്. ക്ലോറോഫിൽ ഉണ്ട്, കെറോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഈ കെറോട്ടിൻ എന്ന് പറയുന്നത് റെഡ് കളർ പിഗ്മെൻ്റ് ആണ്, സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ യെല്ലോ കളേർഡ് പിഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഫോം എക്സ്ചേഞ്ച് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ചില കേസസിൽ ക്ലോറോഫിൽ കെറോട്ടിനായിട്ട് കൺവേർട്ട് ചെയ്യും, ചില കേസസ് ക്ലോറോഫിൽ തന്നെ സാന്തോഫിലായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ പോലും ആ ലീഫ് റെഡായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കുറയും എന്നല്ലാതെ അതിന് ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ റെഡ് കളർ ലീഫ് ആണെങ്കിലും യെല്ലോ ലീഫ് ആണെങ്കിലും ദേ ക്യാൻ ഡു പെർഫോം ഫോട്ടോസിന്തസിസ് ആൻഡ് ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ബിക്കോസ് എന്താണ്, ക്ലോറോഫിൽ ഉണ്ട്, ബട്ട് ദ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ഇസ് ബീങ് വെരി ലെസ് ഇൻ ദം. അതാണ് ദാറ്റ് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്. So I do not agree with the statement because plants with red colored leaves are fully capable of preparing their own food. അല്ലേ, റെഡ് കളേർഡ് ലീഫ് ആണെങ്കിലും they are fully capable ആണ്. All the leaves have a green pigment called chlorophyll, which is what actually makes the food using sunlight. അപ്പോൾ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റിന് മാത്രമാണ് സൺലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളേർഡ് ലീഫുള്ള പ്ലാന്റ്സിൽ ക്ലോറോഫിൽ ഉണ്ട്, അതിൻ്റെ എമൗണ്ട് കുറവാണെന്നേ ഉള്ളൂ. So while in red leaves the amount of chlorophyll is less when compared to other pigments അല്ലേ. ആന്തോസയൻ എന്നൊക്കെ പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പിഗ്മെൻ്റ് ആണ്. അതുപോലെ കാരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്, അതുപോലെ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്. ഈ പിഗ്മെൻറ്റുകളൊക്കെ
ആണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക. ക്ലോറോഫിലിൻ്റെ എമൗണ്ട് കുറച്ച് കുറവായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു അർത്ഥം അതിനകത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 4 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് വായിച്ച് നോക്കാം 4 എണ്ണം. ഒന്നാമത്തത് വായിക്കാം. പ്ലാന്റ്സ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. ആണോ? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് പ്ലാന്റ്സിനെ അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണോ? അല്ല, അത് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അല്ലെ? CO2 ആണ് പ്ലാന്റ്സ് എടുക്കുന്ന ഫോട്ടോസിന്തസിസിന് വേണ്ടി. എന്നിട്ട് അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? അല്ല. പ്ലാന്റ്സ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല റിലീസ് ചെയ്യുന്നത്, ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. Then plants release carbon dioxide during photosynthesis and take in oxygen during respiration. അല്ല, ഇതും തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയല്ല, അത് ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. യെസ്, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് CO2വിനെ എടുക്കുകയാണ്, ശരിയാണ്. ആൻഡ് ടേക്ക് ഓക്സിജൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ടൈമിൽ ഓക്സിജൻ എടുക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്, അല്ലേ? നമ്മളെപ്പോലെ തന്നെ റെസ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ വേണം, പക്ഷേ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ഇൻടേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 is true, സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 4 ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 4 alone is true. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡി എന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 4 is true എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ ഈ ക്വസ്റ്റിൻ്റെ തേർഡ് പാർട്ട്, വൈ ഡു പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്സ്. നമുക്കറിയാം ചില പ്ലാന്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലീഫുകൾ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള ലീഫുകൾ, അല്ലേ? ചിലതിനകത്ത് ലീഫുകൾ എന്താണ്, ഭയങ്കര നീഡിലായിട്ടുള്ള ലീഫുകളായിരിക്കും, ഇങ്ങനെയുള്ള ലീഫുകൾ പോയിട്ടുണ്ടാവും, അല്ലേ? ചിലതിനകത്ത് ചില ലീഫുകൾ ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ പല പല രീതിയിലുള്ള ലീഫ് സ്ട്രക്ചേഴ്സും ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റും തന്നെ ഡിഫറെൻ്റ് ആണ്. ചിലത് ഒരേ രീതിയിൽ ഇങ്ങനെ പോയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചിലത് ഇങ്ങനെ പല പല ബ്രാഞ്ചസിൽ ഇങ്ങനെ, ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം അടുത്ത പൊസിഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പല അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലീവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലീഫ് അറേഞ്ച്മെൻറ്റ് ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം തൊട്ടടുത്ത പൊസിഷനിലായിരിക്കും, ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലീഫ് അറേഞ്ച്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ലീഫ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് പ്ലാന്റ്സിൽ? ദേ ആർ ആക്ച്വലി ഡൂയിങ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ അവർക്ക് സൺലൈറ്റ് കിട്ടണ്ടേ? അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് കൂടുന്നു, കൂടുതൽ ഫുഡ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. അപ്പം മാക്സിമം എമൗണ്ട് ഓഫ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫ് അറേഞ്ച്മെൻറ്റ് പ്ലാന്റ്സിന് കൊടുത്തേക്കുന്നത്, അല്ലേ? സോ ദാറ്റ് ഈസ് ദി ആൻസർ. എന്താണ്? ടു മാക്സിമൈസ് ദി എമൗണ്ട് ഓഫ് സൺലൈറ്റ് ദാറ്റ് ദേ റിസീവ്, അല്ലേ? അവർ റിസീവ് ചെയ്യുന്ന സൺലൈറ്റിൻ്റെ എമൗണ്ട് മാക്സിമൈസ് ചെയ്യാൻ. ആൻഡ് ഈച്ച് ആൻഡ് എവറി പ്ലാന്റ് ഹാസ് ഡിഫറെൻറ്റ് ലീഫ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എമൗണ്ട് ഓഫ് സൺലൈറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ലീഫ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ക്യാൻ യു ഡ്രോ എ സിമ്പിൾ ഫുഡ് ചെയിൻ? വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് നമുക്ക് ഉണ്ടാക്കാം, പല രീതിയിൽ നമുക്ക് ഫുഡ് ചെയിനുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് പ്ലാന്റ്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് വേണം കേട്ടോ. പ്ലാന്റ്സ് ആദ്യം പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ അവരാണ് പ്ലാന്റ്സ്. സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രാസ് ആയാലും മതി സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാസിനെ കഴിക്കുന്ന ഫ്രോഗ്, ഓക്കെ, എന്താ പറയുക, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പോകാം. റാബിറ്റ്, അങ്ങനെ പല രീതിയിലുള്ള എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. അപ്പോൾ പ്ലാന്റ്, റാബിറ്റ്, ഫോക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദി അതർ ഓർഗാനിസംസ് ഇൻ ദി ഫുഡ് ചെയിൻ ഇഫ് വൺ ഓർഗാനിസം ഡിസപ്പിയേഴ്സ്? ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട ഫുഡ് ചെയിനകത്ത് എന്താണ്? പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിനെ കഴിക്കുന്ന റാബിറ്റ്, ഈ റാബിറ്റിനെ കഴിക്കുന്ന ഫോക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, ഇപ്പോൾ പ്ലാന്റ് അല്ലെങ്കിൽ ഈ റാബിറ്റ്, സേ ഫോർ എക്സാമ്പിൾ ദിസ് റാബിറ്റ് ഈസ് ഡിസപ്പിയറിങ് എന്ന് വിചാരിക്കാം. റാബിറ്റ് ഇല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ബാക്കിയുള്ള പ്ലാന്റിനും ഫോക്സിനും എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ? ഒബ്വിയസ്ലി ഉണ്ടാവും അല്ലേ. എന്താ എഫക്റ്റ് ഉണ്ടാവുക? റാബിറ്റ് ഇല്ലെങ്കിൽ റാബിറ്റിനെ കഴിച്ച് ജീവിക്കുന്ന ഫോക്സിന് എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ? അവർക്കുള്ള ഫുഡ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? അവരെ കഴിക്കുന്ന റാബിറ്റ് ഇല്ല, അപ്പോൾ പ്ലാന്റിൻ്റെ പോപ്പുലേഷൻ ഒത്തിരി കണ്ടങ്ങ് കൂടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. ഒരു ഓർഗാനിസം വളരെ കൂടുതലും ഒരെണ്ണം വളരെ കുറവ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകണം നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്. സോ എക്സ്പ്ലെയിൻ ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫുഡ് ചെയിൻ യു ഹാവ് ഡ്രോൺ. അപ്പോൾ നിങ്ങൾ വരച്ച ഫുഡ് ചെയിൻ വെച്ചിട്ട് അതിലേതെങ്കിലും ഒരു ഓർഗാനിസം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദി അതർ ഓർഗാനിസംസ് എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ലെറ്റ് us say the rabbit disappears from this food chain. അപ്പോൾ ഈ ഫുഡ് ചെയിനിൽ നമ്മളുടെ ഈ റാബിറ്റ് മാത്രം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സോ ഹിയർ ഇസ് വാട്ട് വുഡ് ഹാപ്പൻ. റാബിറ്റ് ഇല്ല, റാബിറ്റ് എന്ന് പറയുന്ന ആൾ അവിടെ നഷ്ടപ്പെട്ടുവെങ്കിൽ the fox would have no food sources and its population would decreases or disappears altogether. അപ്പോൾ റാബിറ്റ് ഇല്ലെങ്കിൽ ഫോക്സിനുള്ള ഫുഡ് കിട്ടില്ല. ഇവർക്കുള്ള ഫുഡ് എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നമാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യില്ല, ഈ ഫോക്സിൻ്റെ പോപ്പുലേഷൻ കുറയും, ആളുകൾ ചത്തൊടുങ്ങും. ഫോക്സൊക്കെ ഭക്ഷണം ഇല്ലാണ്ട് ചത്ത് പോയിട്ട് അവസാനം ഫോക്സും ഇല്ലാണ്ടാവും അല്ലേ. ദെൻ the grass population might increase or the plant population might increase due to the lack of herbivores eating it. അപ്പോൾ ഇവരെ കഴിക്കുന്ന ആളുകളാണ് റാബിറ്റ്. റാബിറ്റ് ഇല്ലെങ്കിൽ പ്ലാന്റ് പോപ്പുലേഷൻ അങ്ങോട്ട് കൂടും, അവരെ കഴിക്കാൻ ആൾക്കാരില്ല. അപ്പോൾ അവരങ്ങോട്ട് ഫ്ലറിഷ് ചെയ്ത് അല്ലേ വലിയ രീതിയിൽ എല്ലായിടത്തും അങ്ങ് പിടിക്കും. So what will happen? This could lead to a competition for resources among the remaining grass plants. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ഗ്രാസ് പ്ലാന്റ്സും തമ്മിൽ റിസോഴ്സസിന് വേണ്ടി കോമ്പറ്റീഷൻ അല്ലേ. സൺലൈറ്റിന് വേണ്ടി, വാട്ടറിന് വേണ്ടി, സോയിലിന് വേണ്ടി ഒക്കെ കോമ്പറ്റീഷൻ. കുറേ ആൾക്കാരാ അവിടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പ്ലാന്റ്സ് വന്നേക്കുക. അപ്പോൾ എല്ലാവരും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ ഡെവലപ്പ് ആവും. സോ അതർ ഓർഗാനിസംസ് ദാറ്റ് മൈറ്റ് ഹാവ് ഈറ്റൻ ദി റാബിറ്റ്, റാബിറ്റിനെ കഴിച്ച് ജീവിക്കുന്ന വേറെ ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് സം ടൈഗേഴ്സ്, ദേ കുഡ് ഓൾസോ ബി എഫക്റ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള റാബിറ്റിനെ ഭക്ഷണമാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ള ഓർഗാനിസത്തിനും എന്ത് ചെയ്യാണ് അത് പ്രശ്നം. ദേ ആർ ഓൾസോ ബാഡ്ലി എഫക്റ്റഡ് അല്ലേ. ഒരു ഓർഗാനിസം ഇല്ലാണ്ടായാൽ പ്രശ്നമാണ്. ഓക്കെ, തൊട്ടടുത്തുള്ള ആൾക്കാർക്കും അതിന് പുറകിലുള്ള ആൾക്കാർക്കും ഒക്കെ പ്രശ്നമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിനകത്തെ തേർഡ് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് എ പോസ്റ്റർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാബിറ്റാറ്റ് കൺസർവേഷൻ. അപ്പോൾ ഹാബിറ്റാറ്റിൻ്റെ വാസസ്ഥലത്തിനെ കൺസർവ് ചെയ്യാനായിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു ചെറിയ ഔട്ട്ലൈൻ എല്ലാം കൊടുത്ത് നിങ്ങളൊന്ന് വരയ്ക്കുക, എന്നിട്ട് ഹാബിറ്റാറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റർ. സേ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പ്രിസർവ് നേച്ചർ. ഇതുപോലെ ഒരു ഡിസൈനിലൊരു ഔട്ട്ലൈൻ കൊടുക്കുക. പ്രിസർവ് നേച്ചർ, പ്രൊട്ടക്ട് ലൈഫ്, എവറി ഹാബിറ്റാറ്റ് മാറ്റേഴ്സ്. എല്ലാ വാസസ്ഥലങ്ങളും അല്ലേ, ഓരോ ജീവജാലങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ വാസസ്ഥലങ്ങളും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദാറ്റ്സ് അവർ ഡ്യൂട്ടി എന്നുള്ള രീതിയിലൊരു പോയിന്റ്, ചെറിയൊരു ക്യാപ്ഷൻ പോലെ കൊടുക്കുക. സോ ദാറ്റ് ഇസ് ദി പോസ്റ്റർ. അപ്പോൾ ഇതിന് മാർക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അല്ലേ, നമുക്കിതും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാൻ. അല്ലെങ്കിൽ നമ്മൾ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ചാപ്റ്റർ. എന്താണത്? അവേ ഫ്രം ഡിസീസസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് എന്താണ്, പല രീതിയിലുള്ള ഡിസീസുകളെ കുറിച്ച്, അവരുടെ ട്രാൻസ്മിഷൻ മെത്തേഡ്സ് എങ്ങനെയാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഓരോ അസുഖങ്ങൾ എങ്ങനെ പടരും, കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിനും ഒക്കെ അല്ലെ, ഹ്യൂമൻസിന് മാത്രമല്ലല്ലോ, എല്ലാ ഓർഗാനിസത്തിനും ഡിസീസ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളെ കുറിച്ച് അല്ലേ, എങ്ങനെ നമുക്ക് ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലേ, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഡിഫറെൻറ്റ് ഡിസീസസ് ലൈക്ക് ചിക്കൻഗുനിയ, ഡെങ്കി ഫീവർ, ഫൈലേറിയാസിസ് ആൻഡ് ഡയറിയ സ്പ്രെഡ് ബൈ ദി സെയിം ക്രിയേച്ചേഴ്സ്? ഇവിടെ കൊടുത്തേക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഡിസീസുകളെല്ലാം ഒരാൾ തന്നെയാണോ പടർത്തുന്നത്? ഒന്ന് നോക്കിക്കേ. ആദ്യം തന്നേക്കുന്ന ആരാണ്? ചിക്കൻഗുനിയ. ചിക്കൻഗുനിയ നമുക്കറിയാം മോസ്കിറ്റോ. ഡെങ്കി ഫീവർ അതും ആരാണ്? മോസ്കിറ്റോ ആണ് മെയിൻ ആൾ അല്ലേ. ഫൈലേറിയാസിസ് അത് മോസ്കിറ്റോ വഴി പകരുന്നതാണ്. ദെൻ ഡയേറിയ. ഡയേറിയ എന്ന് പറയുന്ന ആള് മോസ്കിറ്റോ വഴിയാണോ? അല്ല അല്ലേ. നമ്മുടെ വാട്ടർ പൊല്യൂഷൻ വരും അല്ലേ, വാട്ടർ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മോശം വെള്ളത്തിൽ കൂടെ പടരുന്നൊരു അസുഖമാണ് ഡയേറിയ എന്ന് പറയുന്നത്. അപ്പം ഒരാളാണോ ഇതെല്ലാം? അല്ല, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോ,
Mosquito spread chikungunya, dengue fever and filariasis. However, diarrhea is spread through contaminated water. അല്ലെ, contaminated water വഴിയായിട്ടാണ് ഡയറിയ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി അതിൽ തന്നെയുള്ള ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് ദ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഈ പറയുന്ന ഈ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണല്ലോ ഡിസീസ് കമ്മ്യൂണിക്കബിൾ ആവുന്നത്, അല്ലെ, പടരുന്ന രോഗങ്ങളായിട്ട് മാറുന്നത്. സോ എങ്ങനെയാണ് അവർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ട്രാവൽ ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പല രീതിയിൽ ചെയ്യാം, അല്ലേ? വാട്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം, എയറിലൂടെ പടരാം, അല്ലെ, പല രീതിയിലുണ്ട്. ത്രൂ വാട്ടർ, ത്രൂ ഫുഡ്, ത്രൂ എയർ, ത്രൂ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മോസ്കിറ്റോസ് പോലെയുള്ള വെക്ടേഴ്സ് വഴി പടരാം, അസുഖങ്ങൾ പടരാം. ആൻഡ് ത്രൂ വേസ്റ്റ് മെറ്റീരിയൽസിലൂടെ, വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നതിലൂടെ, അല്ല, അതിലുള്ള ഈച്ചകളും ഹൗസ് ഫ്ലൈസും മോസ്കിറ്റോസും ഒക്കെ വന്നിട്ട് അങ്ങനെ പോവാം. ത്രൂ ദ യൂസ് ഓഫ് ആൻ അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽ. ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കുകളിലൊക്കെ നീഡിൽസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന നീഡിലുകളുണ്ടല്ലോ, അപ്പോൾ അത് അൺസ്റ്റെറിലൈസ്ഡ് ആണെങ്കിൽ അതിലൂടെയും എന്ത് വരാം? അസുഖങ്ങൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പകരാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദി ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോസ്. ഈ കൊതുകുകളുടെ ബ്രീഡിങ്, അതാണ് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് കൊതുകുകൾ മുട്ടയിട്ട്, അല്ലെ, ലാർവയായി ആ മുട്ട വിരിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, ഇവരുടെ ബ്രീഡിങ് പ്ലേസസ് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കണം. അപ്പോൾ അതിന് വാട്ട് ആർ ദ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദിസ് ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോസ്? എന്താണ്, നമുക്ക് നോർമലി എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എഴുതാം, അല്ലേ? സോ വി ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ, അല്ലെ, കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മാക്സിമം. ചിരട്ടയിലൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ് മഴക്കാലത്ത്, അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ കൊതുക് മുട്ടയിടും, അല്ലെ? കുറച്ച് ചെറിയൊരു ടാങ്കിനകത്ത് വെള്ളം നമ്മൾ കുറേ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുമല്ലേ? അപ്പോൾ അതിനകത്ത് എന്താണ്, മോസ്കിറ്റോസ് അവരുടെ ചെറു മുട്ടകളൊക്കെ ഇട്ട് അത് വിരിയും, അല്ലെ, കുഞ്ഞുങ്ങളുണ്ടാവും, അടുത്ത കൊതുകുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാം. ദെൻ കീപ് യുവർ ഹോം ഡ്രൈ ഓൾവേസ്, അല്ലെ? ക്ലോഗ്ഡ് ആയിട്ടുള്ള ഗട്ടേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ദെൻ ട്രീറ്റ് ലാർജർ വാട്ടർ സോഴ്സസ്. വലിയ വാട്ടർ സോഴ്സ്, ഇപ്പം നമ്മുടെ വീട്ടിൽ വലിയ കിണറോ അല്ലെങ്കിൽ വലിയ പോണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ വറ്റിച്ച് കളയാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലാർവിസൈഡുകൾ മേടിക്കാൻ കിട്ടും, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് അതിലൊന്ന് ജസ്റ്റ് തളിക്കുക. അത് നമുക്ക് വാട്ടറിലെ പൊല്യൂഷനൊന്നും ഉണ്ടാക്കില്ല, അതിനകത്തുള്ള ലാർവകളെയൊക്കെ കൊന്നു കളയുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ചാൻസ് ഉണ്ട്, ആ പോണ്ടിലോ കിണറിലോ നമുക്ക് കുറച്ച് ഫിഷസിനെയൊക്കെ വളർത്താം. ഫിഷസ് ഈ പറഞ്ഞ കൊതുകിൻ്റെ ലാർവയൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇൻ പോണ്ട്സ് ഓഫ് ഫൗണ്ടെയിൻസ് യു കാൻ ഡ്രെയിൻ ഓർ യു ക്യാൻ ആഡ് ഫിഷസ് ദാറ്റ് ഈറ്റ് മോസ്കിറ്റോ ലാർവേസ്. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ ഹെൽപ്പ് യുവർ കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റി ക്ലീനിങ് പ്രോഗ്രാമിലൊക്കെ നമ്മളിത് ടേക്ക് പാർട്ട് ചെയ്യുക, അല്ലേ? പാർട്ടിസിപ്പേറ്റ് ഇൻ നെയ്ബർഹുഡ് ക്ലീൻ അപ്പ് ഡ്രൈവ്സ് ടു ക്ലിയർ പബ്ലിക് ഏരിയാസ് ഓഫ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. കെട്ടിക്കിടക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മോസ്കിറ്റോസിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിനകത്തുള്ള 3 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മെനി ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സോയിൽ ആൻഡ് പൊല്യൂട്ടഡ് വാട്ടർ. മെയിനായിട്ട് ഈ വാട്ടറിൻ്റെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ജലത്തിലൂടെയും നമ്മുടെ മണ്ണിലൂടെയൊക്കെയാണ് കൂടുതലും ഡിസീസുകൾ വരുന്നത്. സോ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദിസ് ട്രാൻസ്മിഷൻ? മണ്ണിലൂടെയും മലിനജലത്തിലൂടെയുള്ള ട്രാൻസ്മിഷൻ, ഡിസീസ് ട്രാൻസ്മിഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയൊക്കെ? നമുക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ എൻഷുർ ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലേ? വി ഷുഡ് എൻഷുർ സേഫ് ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ വാട്ടർ സ്റ്റോറേജ്. കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ജലം സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊവിഷൻ വേണം. ദെൻ പ്രൊട്ടക്റ്റ് വാട്ടർ സോഴ്സസ്. നമ്മുടെ ചുറ്റിനുമുള്ള കിണറുകളും കുളങ്ങളും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ മണ്ണിലൂടെ നടക്കുമ്പോൾ വി ഷുഡ് വെയർ ഫുഡ് വെയർ, അല്ലേ? നമ്മൾ ചെരുപ്പിട്ട് നടക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഈ വേം ഇൻഫെസ്റ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ യൂസ് പ്രോപ്പർ സാനിറ്റേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്സ്, നാപ്കിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ അതെല്ലാം എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം.
ഇനി സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസീസസ് ക്യാൻ സ്പ്രെഡ് നോട്ട് ഓൺലി എമംഗ് ഹ്യൂമൻസ്, മനുഷ്യർക്ക് മാത്രമല്ല അല്ലേ അസുഖങ്ങൾ ഉണ്ടാവുക, ബട്ട് ഓൾസോ എമംഗ് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു. സോ റൈറ്റ് ടു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈച്ച് ദാറ്റ് എഫക്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന, കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പടരുന്ന അസുഖങ്ങളാണ് അല്ലേ, പകരുന്ന അസുഖങ്ങൾ. അങ്ങനെയുള്ള അസുഖങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനിമൽസിൻ്റെ കേസിൽ ബേർഡ് ഫ്ലൂ അല്ലേ, പക്ഷിപ്പനി, അതുപോലെ തന്നെ റാബിസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ബേർഡ് സ്വൈൻ ഫ്ലൂ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബഡ് റോട്ട്, കോക്കനട്ട് ട്രീയിലെ ബഡ് ഉണ്ടല്ലോ, ആ ബഡിന് എന്താ പറയുക, അത് ചീത്തയായി പോകുന്നൊരു അസുഖം, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. അതുപോലെ തന്നെ റൈസ് പ്ലാന്റ്സിൽ ബ്ലൈറ്റ് ഡിസീസുകൾ, പിന്നെ സിട്രസ് പ്ലാന്റ്സിൽ ക്യാങ്കർ പോലെയുള്ള സാധനങ്ങൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലൈറ്റ് ഡിസീസുകൾ, അത് റൈസിനും പറയുക വെജിറ്റബിൾസിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസുകളാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ്, റാബീസ് കമ്മ്യൂണിക്കബിൾ ആണ്, ബേർഡ് ഫ്ലൂ. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബ്ലഡ് റോട്ട് ഓഫ് കോക്കനട്ട്, സിട്രസ് ക്യാങ്കർ, ബ്ലൈറ്റ് ഡിസീസ് ഇൻ റൈസ് പ്ലാന്റ്സ്, അതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഇനി ഇതിനകത്ത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ടേബിൾ ഗിവൺ ബിലോ, വേരിയസ് ഡിസീസസ് ആൻഡ് ദെയർ ട്രാൻസ്മിഷൻ വേസ് ആർ ലിസ്റ്റഡ്. ഈ ടേബിളിൽ ഡിസീസസും അതെങ്ങനെ പകരുന്നു, ട്രാൻസ്മിഷൻ വേസും ആണ് കൊടുത്തേക്കുന്നത്. അത് പ്രോപ്പർ അല്ല, അതിന് നമ്മൾ മാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മാച്ച് ദി ഫോളോയിങ്ങും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പ്രതീക്ഷിക്കാം എക്സാമിന്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി അറേഞ്ച്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്യൂബർകുലോസിസ് നമുക്കറിയാം, TB അല്ലെ, ക്ഷയം എന്ന് പറയുന്ന കഫിംഗ് ആണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഈ TB എപ്പോഴും എങ്ങനെയാണ് പകരുന്നത്? ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമ്മൾ കഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന, മൂക്കിൽ നിന്നും വായിൽ നിന്നും, അത് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ആളിലേക്ക് ഇത് പകരുന്നത്, മീൻസ് എന്താ പറയുക, സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് എന്താണ്? ത്രൂ എയർ ആണ്, വിച്ച് ഇസ് ത്രൂ എയർ. അടുത്തത് രണ്ടാമത്തേത് എന്താ പറഞ്ഞേക്കുന്നത്? ലെപ്രസി. ലെപ്രസി എന്ന് പറയുന്ന രോഗം, അതായത് അങ്ങനെ ഒരു രോഗമുള്ള ഒരാളിൽ നിന്നുമാണ് മറ്റൊരാളിലേക്ക് വരുന്നത്. സോ ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ് അല്ലേ, ത്രൂ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് ഹ്യൂമൻസ്. ഇനി മൂന്നാമത്തത് നോക്കിക്കേ, ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവർ നമുക്കറിയാം മോസ്കിറ്റോസ് വഴിയായിട്ടാണ് പകരുന്നത് അല്ലേ. സോ ത്രൂ മോസ്കിറ്റോസ്, ദാറ്റ് ഈസ് ത്രൂ മോസ്കിറ്റോസ്. ഇനി നാലാമത്തത് വേം ഇൻഫെസ്റ്റേഷൻ. അതെങ്ങനെയാണ്? കൂടുതലും നമ്മുടെ മണ്ണിൽ നിന്നാണ്. നമ്മൾ ചെരുപ്പിടാക്കുക, ബെയർ ഫുട്ടഡ് ആയിട്ടൊക്കെ നടക്കുമ്പോൾ വേംസ് നമ്മുടെ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ എൻട്രി ചെയ്യും നമ്മുടെ ബോഡിയിൽ. അങ്ങനെ കൂടുതലും വേം ഇൻഫെസ്റ്റേഷൻ വരിക. അപ്പോൾ എന്താണ്? ത്രൂ ദി സോയിൽ, വേം ഇൻഫെസ്റ്റേഷൻ ത്രൂ സോയിൽ. അപ്പോൾ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും? ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് നോക്കി. എയിൽ 1 നമ്മൾ നോക്കാം. 1ൽ നമുക്ക് ത്രൂ ദി എയർ അല്ലേ, സെക്കൻഡ് 1 ആണ്. അപ്പോൾ 1 2 വന്നേക്കുന്നത് ഇതുമാണ്. ദെൻ 2 4 ആണ് വന്നേക്കുന്നത്. 2 4 ഇതാണ്. ദെൻ 3 1 ഇതാണ്. ദെൻ 4 3 യെസ് ഇതാണ്. അപ്പം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യന് ഓപ്ഷൻ D കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. വെരി ട്രൂ അല്ലേ. നമ്മളുടെ ശുചിത്വം, വ്യക്തി ശുചിത്വം, അതുപോലെ തന്നെ സാമൂഹിക ശുചിത്വം, ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാൻ പറ്റും. സോ ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? പ്ലീസ് ഇലാബറേറ്റ്. യെസ്, ഓഫ് കോഴ്സ് വി ഷുഡ് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഹൈജീനിക് ആവണം. യെസ്, ഐ എഗ്രി ദാറ്റ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ. സോ നമ്മൾ വെൻ വി വാഷ് അവർ ഹാൻഡ്സ് അല്ലേ, അതുപോലെ നമ്മൾ കറക്റ്റ് റെഗുലറായിട്ട് ബാത്ത് ചെയ്യുകയാണെങ്കിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന ഈ പടരുന്ന അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. So when we wash our hands, bath regularly and brush our teeth, we help keep germs away from our bodies. അല്ല, എപ്പോഴും ഒരു അകലം പാലിക്കാൻ നമുക്ക് പറ്റും. So covering our mouths when we cough or sneeze and not sharing personal items. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മറയ്ക്കുക അല്ല. അങ്ങനെ മറച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാളിലേക്ക് എത്തില്ല, അത് നമുക്ക് സ്പ്രെഡ് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഓർ ഷെയറിങ് പേഴ്സണൽ ഐറ്റംസ്. മറ്റുള്ള ആളുകളുമായിട്ട് നമ്മുടെ നമ്മുടെ ചീപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടവല്, ഇത് ഹാൻഡ് കർച്ചീഫ്, ഇതൊക്കെ വേറെ ആളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അതൊക്കെ വഴിയായിട്ടും ഒരുപാട് അസുഖങ്ങൾ പകരാം.
then these practices protects us and those around us, especially those who are more vulnerable. അതായത് കുറേ ഇങ്ങനെ വീക്ക് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, അസുഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി ഈ പറയുന്ന സ്പ്രെഡിങ് വളരെ പെട്ടെന്ന് പകരും. അടുത്തുകൂടി പോയാൽ മതി അസുഖം, അപ്പോൾ അവരിലേക്ക് വന്ന് പിടിച്ച് കയറും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക. സോ ബൈ കീപ്പിംഗ് അവർ സെൽസ് ക്ലീൻ ആൻഡ് കെയർഫുൾ അബൌട്ട് ഹൗ വി ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അതും എന്താണ് ഈ പറയുന്ന ഹൈജീനിൻ്റെ ഒരു ഭാഗമാണ്. സോ വി ക്യാൻ ഓൾ ഹെൽപ്പ് കീപ്പ് അവർ കമ്മ്യൂണിറ്റി ഹെൽത്തി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ വിട്ടു പോകേണ്ടുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ വാഷ് അവർ ഹാൻഡ്സ്, ബാത്ത് റെഗുലർലി, ബ്രഷ് അവർ ടീത്ത്, അല്ല അതുപോലെ തന്നെ ഷെയറിങ് പേഴ്സണൽ ഐറ്റംസ്, വി ഷുഡ് കവർ അവർ മൗത്ത് വെൻ വി കഫ് ഓർ സ്നീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ പറയുക ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ് ഫോർ കീപ്പിംഗ് അവർ കമ്മ്യൂണിറ്റി ഹെൽത്തി ആൻഡ് ക്ലീൻ എന്നുള്ളത്. ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡു യു എഗ്രി ടു? എഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? എ, ബി, സി ആൻഡ് ഡി, 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, എഗ്രി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം, വായിച്ചു നോക്കാം. ഓൾ മൈക്രോ ഓർഗാനിസംസ് ഡു നോട്ട് കോസ് ഡിസീസസ്. ശരിയാണോ? ശരിയാണ് അല്ലേ. കാരണം എന്താണ്? എല്ലാ സൂക്ഷ്മജീവികളും ഡിസീസ് കോസ് ചെയ്യുന്നവരാണോ? അല്ല. നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട് അല്ലേ. ഇപ്പോൾ വൈറസ്, ബാക്ടീരിയ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡിസീസുകൾ ഉണ്ടാക്കുന്നു എങ്കിൽ പോലും ചില ബാക്ടീരിയകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ പാലിനെ തൈരാക്കാൻ ഒരു ബാക്ടീരിയ നമ്മളെ സഹായിക്കുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഫുഡ്, ഈ നമ്മുടെ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ മാവ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ടല്ലോ, ആ ഈസ്റ്റ് ആക്ച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ്. ശരിയല്ലേ. അപ്പം എല്ലാ ഓർഗാനിസംസും ഡിസീസ് കോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. ഓൾ ഓർഗാനിസംസ് ഡു നോട്ട് കോസ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കറക്റ്റ് വൺ. വി ഷുഡ് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓൾ ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് അറ്റ് ബേ ബൈ കീപ്പിംഗ് പേഴ്സണൽ ഹൈജീൻ. ശരിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞോളൂ അല്ലേ, പേഴ്സണൽ ഹൈജീൻ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒത്തിരി അസുഖങ്ങളെ നമുക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ശരിയാണ്. യെസ്, ഐ ഷുഡ് അഗ്രി വിത്ത് ദാറ്റ്. ദെൻ ബൈ ഒബ്സർവിങ് ഡ്രൈ ഡേയ്സ് വൺസ് എ വീക്ക്, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ഡ്രൈ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണെങ്കിൽ വി ക്യാൻ പ്രിവെൻറ്റ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഡിസീസസ് കോസ്ഡ് ബൈ മോസ്കിറ്റോസ്. ശരിയല്ലേ. ഡ്രൈ ഡേ ഒക്കെ ആചരിക്കുകയാണെങ്കിൽ മോസ്കിറ്റോസിനെ നമുക്ക് ഒരു ചെറിയ പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഓൾസോ എഗ്രിയബിൾ. ദെൻ ഓൾ വാക്സിൻസ് ആർ ഇൻജെക്റ്റഡ്. ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. എങ്ങനെയാണ്? എല്ലാ വാക്സിൻസും ഇൻജെക്ട് ചെയ്യുന്നവരാണോ? നമ്മൾ കൂടുതലും വാക്സിൻസ് ഇൻജെക്ട് ചെയ്യാണ് പതിവ്. പക്ഷെ നമ്മൾ ഓറലായിട്ട് കഴിക്കുന്ന വാക്സിൻസും ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന OPV, ഓറൽ പോളിയോ വാക്സിൻ, തുള്ളി മരുന്നുകൾ, പോളിയോ വാക്സിൻസ് ഒക്കെ, അതൊക്കെ നമ്മൾ വായിലൂടെയാണ് കൊടുക്കുക, തുള്ളി മരുന്നുകൾ. അപ്പം എല്ലാ വാക്സിൻസും ഇൻജെക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പം എന്താണ് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നത്? ABC 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റും അല്ലേ. സോ ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് A, B and C. D ശരിയല്ല. അതിലെ C ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിസീസസ് ദാറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഡിസ്ട്രോയിങ് മോസ്കിറ്റോസ്? മോസ്കിറ്റോസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഡിസീസസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു അല്ലേ. നമുക്ക് ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഡെങ്കി ഫീവർ, എന്താ പറയുക, ഫൈലേറിയാസിസ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മോസ്കിറ്റോസ് വഴി പകരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ നമുക്ക് മോസ്കിറ്റോസിൻ്റെ സ്പ്രെഡ് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ അല്ലേ, ദെൻ ഫൈലേറിയാസിസ് ഒക്കെ നമുക്ക് മോസ്കിറ്റോസിനെ കൊന്നുകളയുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ, എന്താ പറയുക, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസുകളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയൊരു ന്യൂസ് ഹെഡ്ലൈൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കുക. എന്താണ് ന്യൂസിൻ്റെ ഹെഡ്ലൈൻ? ഗ്ലോബൽ എഫേർട്സ് ഇൻറ്റൻസിഫൈ ടു പ്രൊമോട്ട് ഹാൻഡ് വാഷിംഗ് ടു പ്രിവെൻറ്റ് ഡിസീസ് സ്പ്രെഡ്. അതായത് അസുഖങ്ങൾ പകരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താ പറയുക, എല്ലാ ഗ്ലോബലി, ആഗോളപരമായിട്ട് ആളുകൾ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലേ. കൈ കഴുകുക എന്നുള്ളൊരു ചെറിയ പ്രോസസ്സാണ്, പക്ഷെ അതുവഴിയായിട്ട് നമുക്ക് ഒത്തിരി ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ന്യൂസ് ഹെഡ്ലൈനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? ന്യൂസ് ഹെഡ്ലൈനിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഈസ് ഹാൻഡ് വാഷിംഗ് എന്നുള്ളൊരു ചെറിയൊരു കാര്യമാണത് അല്ലേ. നമ്മൾ ചിലപ്പോഴും പലപ്പോഴും പലരും മറക്കുന്നൊരു കാര്യമാണ്. കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കൈ കഴുകുക അല്ലേ എന്നുള്ള കാര്യം ചിലപ്പോൾ വിട്ടുപോകും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കഴുകിയേക്കാം എന്ന് വിചാരിക്കുന്നവർ വളരെ കുറവ് ആൾക്കാരാണ് അല്ലേ. അപ്പം ഹാൻഡ് വാഷിംഗ് എന്തുകൊണ്ടാണ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രിവെൻറ്റിങ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്? ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്?
നമുക്കറിയാം അതിലൂടെ തന്നെ നമ്മുടെ കൈകളിലുള്ള ജേംസ് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ തൊടുന്നു, പലയിടത്തും നമ്മൾ ട്രാവൽ ചെയ്യുന്നു, എന്നിട്ട് അതേ കൈ കൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് വേഗം വന്ന് ഫുഡ് കഴിക്കുന്നു അല്ല, അല്ലെങ്കിൽ വേറൊരാളുടെ ബോഡിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു, നമ്മുടെ കർച്ചീഫിൽ നമ്മൾ തൊടുന്നു, നമ്മുടെ ഫേസിൽ നമ്മൾ തൊടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒത്തിരി ജേംസ് ഉണ്ട്, ഈ എയറിലൊക്കെ ഒത്തിരി ജേംസ് തങ്ങി നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ബിക്കോസ് ദേ ആർ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഈ സാധനങ്ങൾ ഈ ഓരോ ടച്ചിലൂടെയും നമ്മളിലും നമ്മുടെ ശരീരത്തിനകത്തേക്കും മറ്റുള്ള ആളുകളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാവുകയാണ് അല്ലേ. സോ നമ്മളൊരു ഒരു ചെറിയൊരു ഒരു മിനിറ്റ് എടുത്തിട്ട് നമ്മൾ കൈ കഴുകുകയാണെങ്കിലോ ആ ഒരു അസുഖത്തിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? യെസ് അല്ലേ. സോ ഹാൻഡ് വാഷിംഗ് റിമൂവ്സ് ജേംസ് ഫ്രം അവർ ഹാൻഡ്സ്, നമ്മുടെ കൈകളിൽ നിന്ന്, ആൻഡ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫർ ടു അതേഴ്സ് ഓർ ടു സർഫസസ് ദാറ്റ് വി ടച്ച്. നമ്മൾ തൊടുന്ന ഉപരിതലങ്ങളെ അല്ലേ, അവിടെയും ഈ പറഞ്ഞ ജേംസ് എത്തുന്നു, മറ്റാളുകളിലേക്ക് എത്തുന്നു, നമ്മുടെ ബോഡിയെ തന്നെ എത്തുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഹാൻഡ് വാഷിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ സം കീ ടൈംസ് വെൻ പീപ്പിൾ ഷുഡ് വാഷ് ദെയർ ഹാൻഡ്സ്? ഏറ്റവും പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ നമ്മൾ കൈ കഴുകേണ്ട ആവശ്യമുണ്ട്. അത് എപ്പോഴൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പീപ്പിൾ ഷുഡ് വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് അല്ലേ. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് കൈ കഴുകുക. ദെൻ ആഫ്റ്റർ യൂസിങ് ദി ബാത്റൂം, നമ്മളൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരികയാണെങ്കിൽ അപ്പോഴും നമ്മളൊന്ന് കൈ കഴുകുന്നത് ഇറ്റ് ഇസ് ബെറ്റർ. ദെൻ ആൻഡ് ആഫ്റ്റർ ടച്ചിങ് ആനിമൽസ്, നമ്മൾ ഈ പറഞ്ഞ ചിലപ്പോൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവരായിരിക്കും കൂടുതൽ. നിങ്ങളുടെ വീട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചയെ വളർത്തുന്നവരുണ്ട് അല്ലേ, പട്ടിയെ വളർത്തുന്നവരുണ്ട്, ദെൻ റാബിറ്റ്സിനെ വളർത്തുന്നവരുണ്ട്, തത്തയെ, കിളികളെ, പ്രാവിനെ, ഇങ്ങനെ ഒത്തിരി പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പെറ്റ് ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഈ പെറ്റ്സിനെയൊക്കെ തൊടുകയും അവരുമായിട്ട് നമ്മൾ ഒരു എന്താ പറയുക സമ്പർക്കത്തിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ അതിൻ്റെയൊക്കെ ചെറിയ രോമങ്ങൾ മതി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ കൈ ഒന്ന് കഴുകിയേക്കുക, സോപ്പിട്ട് കഴുകുക. ദെൻ കമ്മിങ് ഫ്രം പബ്ലിക് പ്ലേസസ്, നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ വീടിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതുപോലെ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി വെരി ബെറ്റർ. ഇതൊക്കെയാണ് കീ ടൈംസ് വെൻ വി ആർ ഹാൻഡ് വാഷിംഗ്. ഓക്കെ, ഇനി മൂന്നാമത്തെ, ഹൗ ക്യാൻ കമ്മ്യൂണിറ്റീസ് പ്രൊമോട്ട് ബെറ്റർ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ്? ഈ പറഞ്ഞ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും? സോ കമ്മ്യൂണിറ്റീസ് ക്യാൻ പ്രൊമോട്ട് ബെറ്റർ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് ബൈ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാൻഡ് വാഷിംഗ്. എന്താണ് ഈ ഹാൻഡ് വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അതൊക്കെ മറ്റുള്ള ജനങ്ങളിലേക്കും കൂടെ, എല്ലാവർക്കും ഇതൊന്നും അറിയണമെന്നില്ല, അപ്പോൾ അറിയില്ലാത്ത ആളുകൾക്ക് കൂടെ നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. പ്രൊവൈഡിങ് ആക്സസ് ടു സോപ്പ്, എപ്പോഴും ഈ പറഞ്ഞ കൈ കഴുകാൻ എപ്പോഴും ഈ പറഞ്ഞ സാധനങ്ങൾ ഹാൻഡ് വാഷ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലരും അത് ചെയ്യാണ്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പബ്ലിക് പ്ലേസുകളിൽ വാഷ്റൂം യൂസ് ചെയ്യുന്ന സ്ഥലത്ത്, ഈറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഹാൻഡ് വാഷസോ സോപ്പുകളൊക്കെ എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. ദെൻ ആൻഡ് ക്ലീൻ വാട്ടർ നമുക്ക് കിട്ടണം എപ്പോഴും കൈ കഴുകാനും യൂസ് ചെയ്യാനൊക്കെ. ആൻഡ് എൻകറേജിങ് റെഗുലർ ഹാൻഡ് വാഷിംഗ് റുട്ടീൻസ്, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ മുതൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുക എപ്പോഴും റെഗുലറായിട്ട് കൈ കഴുകുക എന്നുള്ള കേസ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഹൈജീൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ, ആ ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന നമ്മൾ കവർ ചെയ്യേണ്ടുന്ന പോർഷൻസ്. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൻ്റെ വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്കില്ല ഫസ്റ്റ് ടേമിൽ, വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ പോർഷൻസിൽ നിന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ടർ ആൻഡ് ലൈഫ്. ഇതിലിപ്പോൾ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസും നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് അതെങ്ങനെ, ഹൗ ദേ ആർ റിലേറ്റഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ നമ്മുടെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി റിലേറ്റഡ് ടു ഡിസോൾവിങ് പ്രോപ്പർട്ടി. വാട്ടറിൻ്റെ ഡിസോൾവിങ് പ്രോപ്പർട്ടി ഉണ്ട്, ലയിക്കുന്ന അല്ല, എല്ലാത്തിനെയും അതിൽ ലയിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് വാട്ടറിന്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ടേബിളാണ്, അത് കംപ്ലീറ്റഡ് അല്ല, അതൊന്ന് ഫില്ല് ചെയ്യാൻ. അപ്പം സൊല്യൂട്ട്, ദെൻ എ ബി സി, വാട്ടർ, സോഡ, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സൊല്യൂട്ടും പിന്നെ എന്തായിരിക്കും വരിക, സോൾവെൻറ്റ്, അതുവഴി ഉണ്ടാകുന്ന സൊല്യൂഷനും ആയിരിക്കും വരിക അല്ലേ. അപ്പം എ സോൾവെൻ്റ് ആണ്, ബി എ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സോൾവെൻറ്റ്, ആൻഡ് ബി എന്ന് കാണിച്ചേക്കുന്നത് സൊല്യൂഷനും ആയിരിക്കും അല്ലേ, നമ്മളുടെ അസംഷൻ ആണ്. ആൻഡ് ഇവിടെ ആദ്യത്തെ സി സൊല്യൂട്ട്, ഇവിടെ സോൾവെൻറ്റ് വാട്ടറാണ്, ഉണ്ടാകുന്ന സൊല്യൂഷൻ സോഡ വാട്ടർ. സോഡ വാട്ടർ ഉണ്ടാകണമെങ്കിൽ വാട്ടറിനകത്ത് എന്ത് ഡിസോൾവ് ചെയ്യണം, സൊല്യൂട്ട് എന്തായിരിക്കണം, സോഡ ഉണ്ടാക്കണമെങ്കിൽ യെസ് ഒരു ഗ്യാസ് അല്ലേ, നമുക്കറിയാം CO2, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വാട്ടറിൽ ലയിച്ച് ഡിസോൾവ് ചെയ്തിട്ടാണ് സോഡ ഉണ്ടാവുക, സോഡ വാട്ടർ ഉണ്ടാവുന്നത്. യെസ്, അപ്പോൾ കറക്റ്റാണ്. ദെൻ
ഷുഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ ഇസ് ദി സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഷുഗർ സൊല്യൂഷൻ അല്ലേ, നമ്മുടെ പഞ്ചസാര പാനി എന്ന് പറയുന്നത്. അപ്പം ഡി എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ. ദെൻ EF സൊല്യൂട്ടും സോൾവെന്റും ഇല്ല, നമ്മുടെ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? സൊല്യൂട്ട് എന്തായിരിക്കണം? കോപ്പർ സൾഫേറ്റ് വേണം. നമുക്ക് കോപ്പർ സൾഫേറ്റിന്റെ സോൾട്ട് വേണം. അത് എന്ത് ചെയ്യണം? വാട്ടറിലായിരിക്കണം മിക്സ് ചെയ്യണത് അല്ലേ. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ശരിയല്ലേ? അപ്പം അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ തന്നെയാണോ? യെസ്. സോൾവെന്റ്, സൊല്യൂഷൻ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ഷുഗറും വാട്ടറും കൂടെ ചേർന്ന് ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റും വാട്ടറും കൂടെ ചേർന്നിട്ടാണ് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഓക്കെ. അതിലെ ബി പാർട്ട്, 3 statements related to water are given below. വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ദ മേജർ പോർഷൻ ഓഫ് വാട്ടർ പ്രസൻറ്റ് ഓൺ ദി എർത്ത് ഇസ് പ്യുവർ. നമ്മുടെ ഭൂമിയിലുള്ള ഭൂരിഭാഗം ജലവും എന്താണ്? പ്യുവർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല അല്ലേ. പ്യുവർ വാട്ടർ അങ്ങനെ ഭൂരിഭാഗം ഭാഗത്തും അല്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ദെൻ വാട്ടർ ഇസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് ബിക്കോസ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ബിക്കോസ് എന്താണ്? ഡ്യൂ ടു ഇറ്റ്സ് ഡിസോൾവിങ് പ്രോപ്പർട്ടി. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാം എല്ലാ സോൾട്സിനെയും ഡിസോൾവ് ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി നമ്മുടെ വാട്ടറിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. കറക്റ്റാണ്. ദെൻ വാട്ടർ വേപ്പർ ഇസ് ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഗ്യാഷ്യസ്, ഈ വാട്ടറിന് 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് സോളിഡ് സ്റ്റേറ്റിൽ പറ്റും, ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും എന്താ പറയുക എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഐസാണ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ്, ആ വാട്ടറാണ് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റ്. ദെൻ അതിന് വേപ്പറൈസ് ചെയ്തിട്ട് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ അല്ലേ. ബാക്കിയുള്ള എല്ലാ എന്താ പറയുക സോൾവെൻസിന് അങ്ങനെ പറ്റണമെന്നില്ല. അപ്പം ദാറ്റ് ഈസ് ഓൾസോ എന്താ പറയുക കറക്റ്റ്. സോ നമുക്ക് ബി പാർട്ടിൽ നമുക്ക് പറയാം വാട്ടർ ഇസ് കോൾഡ് ദി യൂണിവേഴ്സൽ സോൾവെന്റ്. അത് കറക്റ്റാണ്. ആൻഡ് വാട്ടർ വേപ്പർ ഇസ് ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതും കറക്റ്റാണ്. അത് രണ്ടും നമുക്ക് എടുത്തെഴുതാം. നമുക്ക് ABC ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ 2 പോയിന്റുകൾ നമ്മൾ എടുത്തെഴുതാനേ വഴിയുള്ളൂ. ഓക്കെ. ഇനി അതിൻ്റെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ, വെൻ ഡസ് വാട്ടർ പൊല്യൂഷൻ ഒക്കർ? ഈ വാട്ടർ മലിനീകരണം അല്ലെ, ജലമലിനീകരണം എപ്പോഴാണ് നടക്കുക? വെള്ളത്തിൽ നമ്മൾ കണ്ടാമിനേഷൻസ് വരുമ്പോൾ അല്ലേ, നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ, കെമിക്കൽസ് വരുമ്പോൾ ഒക്കെയാണ് വാട്ടറിൻ്റെ എന്താ പറയുക പൊല്യൂഷൻ ഉണ്ടാകുന്നത്. സോ പോയിന്റ് ഔട്ട് എനി 2 കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. സോ വാട്ടർ പൊല്യൂഷൻ ഒക്കേഴ്സ് വെൻ ഹാംഫുൾ സബ്സ്റ്റൻസസ് contaminating the water, making it unsafe for plants, animals and people. അല്ലേ, എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വാട്ടറിൽ ഡംപ് ചെയ്യുമ്പോഴാണ്, അതിൽ മിക്സപ്പ് ആകുമ്പോഴാണ് ഈ പ്ലാന്റ്സിനും ആനിമൽസിനും ഒന്നും അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല, അൺസേഫ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ പറയുക. ഇനി അതിൻ്റെ കോസസ് ഏതെങ്കിലും 2 കോസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാഷിംഗ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് വെഹിക്കിൾസ് ഇൻ റിവേഴ്സ് അല്ലെ, പുഴയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ തുണി അലക്കവും എന്താ പറയുക വാഹനങ്ങളൊക്കെ കഴുകുകയും ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പൊല്യൂട്ടഡ് ആവും ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ ഡംപിങ് ഫാക്ടറി വേസ്റ്റ് ഇൻ ടു റിവേഴ്സ്. പല പല ഫാക്ടറികളുടെയും ഡംപിങ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ കുഴലൊക്കെ വെച്ചേക്കുന്നത് ഈ പറഞ്ഞ പുഴയിലേക്കായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പോയി ആ വെള്ളം പിന്നെ നമുക്ക് വല്ല കുടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള 2 കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാം, കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Categorize the following objects into soluble and insoluble in water. വാട്ടറിൽ ലയിക്കുന്ന സാധനങ്ങളുണ്ട്, വാട്ടറിൽ മിക്സ് ചെയ്താലും ലയിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓയിൽ, കെറസിൻ, മണ്ണെണ്ണ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാട്ടറിൽ മിക്സ് ആയാലും അത് സെപ്പറേറ്റ് ആയിട്ട് ലെയർ ആയിട്ട് മാറിക്കിടക്കും. പക്ഷേ ഷുഗർ, സോൾട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാട്ടറിൽ നമ്മൾ ഒന്ന് കലക്കി കഴിഞ്ഞാൽ അത് ലയിച്ചു പോകും. പിന്നെ നമുക്ക് ആ തരി തപ്പിയെടുക്കാനൊന്നും പറ്റില്ല വാട്ടറിൽ നിന്ന്, ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ളത് അങ്ങനെ രീതിയിൽ ഈ തന്നേക്കുന്ന ഐറ്റംസിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാനാണ്. സോ ഷുഗർ സിറപ്പ്, ലെമൺ ജ്യൂസ്, ടേബിൾ സോൾട്ട്, പാം ഓയിൽ, ഷുഗർ കാൻഡി, ചില്ലി പൗഡർ, സിമെൻറ്റ്, റൈസ് ബാറ്റർ. ഇതിൽ നോക്കിയാൽ നമുക്ക് എളുപ്പം പറയാം. ഷുഗർ സിറപ്പ് എന്താണ്? സോല്യൂബിൾ ആണ് വാട്ടറിൽ. ലെമൺ ജ്യൂസ് സോല്യൂബിൾ ആണ്. ടേബിൾ സോൾട്ട് സോല്യൂബിൾ ആണ്. പാം ഓയിലോ ഇൻസോല്യൂബിൾ, ഓയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. ഷുഗർ കാൻഡി സോല്യൂബിൾ ആണ്. ചില്ലി പൗഡർ ഇൻസോല്യൂബിൾ ആണ്. സിമെൻറ്റ് ഇൻസോല്യൂബിൾ ആണ്. മിക്സപ്പ് ചെയ്താൽ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. റൈസ് ബാറ്റർ ഇൻസോല്യൂബിൾ ആണ്, ശരിയല്ലേ? അപ്പോൾ നോക്കിക്കേ,
ഷുഗർ സിറപ്പ്, ലെമൺ ജ്യൂസ്, ടേബിൾ സോൾട്ട്, ഷുഗർ ക്യാൻഡി ഇതൊക്കെ സോലുബിൾ ഇൻ വാട്ടർ ആണ്. പാം ഓയിൽ, ചില്ലി പൗഡർ, സിമെൻറ്റ്, റൈസ് ബാറ്റർ ഇതൊക്കെ എന്താണ്, ഇൻസോല്യൂബിൾ ആണ്. മിക്സപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ ദേ ഷുഡ് ബി സെപ്പറേറ്റഡ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഇനി ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. എഗെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 1 2 3 4 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യാനാണ്. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ദ സോലിബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസസ് ഡിക്രീസസ് ആണോ? അല്ല, കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിലിട്ടേക്കുന്ന സബ്സ്റ്റൻസസ് കൂടുതൽ ഡിസോൾവ് ചെയ്യുകയല്ലേ ചെയ്യുക, അതിൻ്റെ സോലിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ചൂടാവുമ്പോൾ വേപ്പറൈസേഷൻ നടക്കുക എന്നുള്ളത്. അങ്ങനെ മാത്രമല്ല, ഒരു സാധനം ഇരുന്നല്ലേ ആ ഒരു രീതി മാത്രമല്ല അതിന് നമുക്കത് കറക്റ്റ് ആണെന്നത് പറയാനായിട്ട് സാധിക്കില്ല. വാട്ടർ ഹാസ് ദി മാക്സിമം ഹീറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി. അല്ല, അത് ശരിയാണ്. കൂടുതൽ ഹീറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ വാട്ടറിനുണ്ട്. ആൻഡ് റെയിൻ വാട്ടർ ഇസ് ദി പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ ദി നേച്ചർ. ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ റെയിൻ വാട്ടർ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യെസ്, ദ മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഇസ് ദി സൊല്യൂട്ട്. ആണോ? അല്ല, ഒരു സൊല്യൂഷനിൽ ഏറ്റവും മാക്സിമം ഉണ്ടാവുന്നത് സോൾവെൻ്റ് ആണ് കൂടുതൽ വരേണ്ടത്. സോൾവെൻ്റ് ആണല്ലോ സൊല്യൂട്ടിനെ ലയിപ്പിക്കുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ പറ്റുന്നത്? 3 and 4 ആണ് അല്ലേ? ഓക്കെ, സോ വാട്ടർ ഹാസ് ദി മാക്സിമം ഹീറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി എന്നുള്ള തേർഡ് സ്റ്റേറ്റ്മെൻറ്റും, ഫോർത്ത് വൺ റെയിൻ വാട്ടർ ഇസ് ദി പ്യൂറസ്റ്റ് ഫോം ഓഫ് ദി വാട്ടർ, അതുമാണ് നമുക്ക് എടുത്തെഴുതാൻ പറ്റുക. ഇനി അതിൻ്റെ സി പാർട്ട് നോക്കിക്കേ. റൈറ്റ് ഡൗൺ ദി സൊല്യൂട്ട് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ സോഡ വാട്ടർ. നമ്മൾ ആ ടേബിളിനകത്ത് നമ്മൾ പഠിച്ചു, സോഡ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ അതിനെന്തൊക്കെ സാധനങ്ങൾ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചു. ദി സൊല്യൂട്ട് യൂസ്ഡ് ഇൻ സോഡ വാട്ടർ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. CO2 ഗ്യാസ് ആണ് സോഡ വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സോഡ വാട്ടർ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? CO2 ഗ്യാസ് വേണം, പ്ലസ് അതിനെ ലയിപ്പിക്കാനായിട്ട് നമ്മുടെ വാട്ടറും കൂടെ വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സോഡ വാട്ടർ ഫോം ചെയ്യുക അല്ലേ? സോഡ വാട്ടർ ഇസ് എ സൊല്യൂഷൻ വെയർ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് ബീങ് ഡിസോൾവ്. അതാണ് സൊല്യൂട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദി സൊല്യൂട്ട്, which is the solute, and water is the substance doing the dissolving. Water is the solvent. ഈ സോൾവെൻറ്റിൽ CO2 മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സോഡ വാട്ടർ എന്ന് പറയുന്ന സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പഠിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ ഗിവിങ് സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവിങ് സൊല്യൂഷൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഗിവൻ ബിലോ ഇസ് ദി ബോർഡ് എക്സിബിറ്റഡ് ഇൻ ദി ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക്, അവിടെ ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഇൻസെക്ട്സും ബേർഡ്സും ഒക്കെയുള്ള മൊത്തത്തിലുള്ള സാധനമാണ് ഈ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, വാട്ടർ ദി പ്ലാന്റ്സ് എവറി ഡേ. അതാണ് ബോർഡിൻ്റെ ക്യാപ്ഷൻ. എല്ലാ ദിവസവും പ്ലാന്റ്സിനെ വാട്ടർ ചെയ്യുക എന്നുള്ളത്. സോ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ വാട്ടറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. വാട്ടർ ഇല്ലെങ്കിൽ പ്ലാന്റ്സിന് നേരെ നിൽക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് വാടിപ്പോകും. അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ വാട്ടർ വേണ്ടേ അല്ലേ? പിന്നെ പ്ലാന്റ്സിനകത്തുള്ള ന്യൂട്രിയൻസ്, ഫുഡ്, ഇതെല്ലാം പല പല സ്ഥലങ്ങളിലേക്ക്, ലീഫിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ റൂട്ടിലേക്കും സ്റ്റെമ്മിലേക്കും ഫ്ലവറിലേക്കും ഒക്കെ വരെ പോകണമെങ്കിൽ വാട്ടറിലൂടെയാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വാട്ടർ വേണം. സോ എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുക? ടു മേക്ക് ഫുഡ്, പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വാട്ടർ വേണം. ടു ക്യാരി ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ്, ഫുഡിനെയും ന്യൂട്രിയൻസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? പ്ലാന്റിൻ്റെ താഴെ മുതൽ മേലിൽ വരെ, പൊക്കമുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ വരെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി വാട്ടർ ഇസ് നീഡഡ്. ദെൻ ഹെൽപ്പ് ദം ടു സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ്, നേരെ നിൽക്കാൻ അല്ലേ? അത് പൊളഞ്ഞു പോകും, അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ തളർന്നൊടിഞ്ഞ് വീഴും താഴോട്ട്. ദെൻ ടു ഹെൽപ്പ് ദം സ്റ്റേ കൂൾ, എപ്പോഴും കൂളായിട്ട് ഇരിക്കാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറാണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ എ പ്ലാന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഇൻസ്റ്റൻസസ് ഇൻ ഡെയിലി ലൈഫ് വേർ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഇസ് യൂസ്ഡ്. ഡെയിലി ലൈഫിൽ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 സിറ്റുവേഷൻസ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ വാട്ടർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറും സിറ്റുവേഷൻസ് യൂസ്ഡ് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വെള്ളം നമ്മളൊരു പാത്രത്തിൽ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്രമാണെങ്കിൽ ആ സ്ക്വയർ ഷേപ്പിലായിരിക്കും ആ വാട്ടർ ഇരിക്കുക അല്ലേ? ഒരു സർക്കിൾ, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഓവൽ ഷേപ്പിലേക്ക് മാറും. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ഒരു ട്യൂബിൽ എടുക്കുകയാണെങ്കിൽ ആ ട്യൂബിൻ്റെ ഷേപ്പ് എന്താണോ അതിൻ്റെ ആകൃതിയിലേക്ക് വെള്ളം മാറും. ശരിയല്ലേ? സോ വാട്ടറിൻ്റെ ഏത് പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്?
അതിന് ഷേപ്പ് ഇല്ല എന്നുള്ളൊരു പ്രോപ്പർട്ടി അല്ലെ. വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നർ എന്താണോ ആ കണ്ടെയ്നറിൻ്റെ ആകൃതിയിലാണ് അത് വരിക. സോ water has no definite shape. It takes the shape of the container which it holds. അല്ലേ, അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ can be collected in containers of different shapes. ഇനി വേറൊരു പ്രോപ്പർട്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാട്ടറിന് 3 സ്റ്റേജിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോളിഡ് ആയിരിക്കാൻ പറ്റും, ലിക്വിഡ് ആയിട്ടും വേപ്പർ ആയിട്ടും ഗ്യാസ് ആയിട്ടും ഇരിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഐസ് ഇൻഡസ്ട്രീസിലാണ് അല്ലെ. ഐസൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിൽ എന്താണ് വാട്ടറിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, വാട്ടറിന് സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ് എന്ന് പറയുന്നത് അല്ലേ. വാട്ടറിന് ലിക്വിഡ് സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാഷസ് സ്റ്റേറ്റ് വേപ്പേഴ്സ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അതെന്താണ് പല രീതിയിലും പലരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട്, എക്സാമിൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റീസൺ. ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോലെയല്ല, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് അതിനൊരു റീസണും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചൂസ് ദി കറക്റ്റ് വൺ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സോക്ക് സീഡ്സ് ഇൻ വാട്ടർ ഇസ് എ വേ ടു ചൂസ് ഗുഡ് സീഡ്സ്. നമ്മൾ നല്ല സീഡ്, കുറേ വിത്ത് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നല്ല വിത്തുകളും ചീത്ത വിത്തുകളും ഉണ്ട്. പാകി കഴിഞ്ഞാൽ മുളയ്ക്കുന്നതും മുളയ്ക്കാത്തതും ഉണ്ട്. അപ്പോൾ അതിൽ ഈ സീഡ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും വീടുകളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഇതിനെ വെള്ളത്തിലിട്ട് വെക്കും സീഡ്സിനെ. ഓക്കെ, അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, നല്ല സീഡുകൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പായിട്ട് കിടക്കും. അതിൽ പൊട്ട സീഡുകൾ, പേട്ട സീഡുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യും, നമ്മുടെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊന്നുമില്ല, എൻഡോസ്പോമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി മണ്ണിലിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ മുളയ്ക്കുമോ, അതിനകത്തൊരു സാധനമില്ല പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗുഡ് സീഡ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, വൺ ഓഫ് ദി മെത്തേഡാണത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ആൻഡ് അതിൻ്റെ റീസൺ എന്താ കൊടുത്തേക്കുന്നത്, ഡാമേജ്ഡ് സീഡ്സ് വിൽ ഫ്ലോട്ട് ഓൺ വാട്ടർ. ശരിയല്ലേ, അതിൽ പൊട്ടിപ്പോയ സീഡുകളൊക്കെ, ഉള്ളിലൊന്നും ഇല്ലാത്ത സാധനങ്ങൾ, സീഡുകളൊക്കെ എന്ത് ചെയ്യുന്നു, വാട്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഫ്ലോട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ബീക്കർ നമ്മൾ എടുക്കുകയാണ്, ആ ബീക്കറിനകത്ത് നമ്മൾ കുറേ സീഡ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സീഡ്സ്, ഇതിൽ ഗുഡ് സീഡ്സ് ഒക്കെ ഇങ്ങനെ താഴ്ഭാഗത്ത് നമുക്കിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, നല്ല സീഡുകളൊക്കെ. അതിൽ കൊള്ളില്ലാത്ത സീഡ്സ്, ഇതിനകത്ത് വാട്ടർ ഉണ്ടേ, കൊള്ളില്ലാത്ത സീഡ്സിൻ്റെ വാട്ടറിൻ്റെ സർഫസിൽ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല സീഡുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ദ റീസൺ ഇസ് ഓൾസോ റൈറ്റ്. സോ നമുക്ക് ഓപ്ഷൻസ് ABCD ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, റീസൺ ഇസ് ഇൻകറക്റ്റ് എന്ന് അങ്ങനെയാകാം. സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ റീസൺ കറക്റ്റ് അങ്ങനെയാകാം. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്, ഈ 4 രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും റീസണും രണ്ടും കറക്റ്റാണ് അല്ലേ. സോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഓപ്ഷൻ D we should choose. So we should choose option D, that is statement and the reason is correct. രണ്ടും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് നോക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് മാറിയത് എങ്ങനെയാണ്, ഇൻറ്റേർണൽ ചോയ്സുകൾ ഉണ്ടാവും എന്നുള്ളൊരു കേസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യനിൽ സബ് പാർട്ടുകൾ ABCയിൽ തന്നെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സ്റ്റേറ്റ്മെൻറ്റും റീസണും ആയിട്ട് വരാം. അപ്പോൾ രണ്ടും നമ്മൾ വായിച്ച് നോക്കിയിട്ട് അത് രണ്ടും കറക്റ്റ് ആണോ, ആ റീസൺ ആ സ്റ്റേറ്റ്മെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ എന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ. മറ്റതിൽ എന്താണ്, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കിയിട്ട് അതിൽ കറക്റ്റ് ആയത് ഏതെങ്കിലും എടുത്തെഴുതുക. ഒന്നാമത്തെയോ നാലാമത്തെയോ ആണെങ്കിൽ 1 and 4 ആർ കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ പുതിയ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടുന്നത്. അപ്പോൾ 3 ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിവേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ നിങ്ങളുടെ എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ക്ലാസ് 5 എല്ലാ കുട്ടികളും നമ്മുടെ ഈ ഒരു റിവിഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവരോടും കാണുക, എല്ലാവരും ഒരുമിച്ച് കാണുക. നമ്മൾ നല്ലൊരു മാർക്ക് ബേസിക് സയൻസിന് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.